അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലേ? സ്റ്റാർട്ട് ചെയ്യാമോ? ചെയ്യാം. ഓക്കെ. ഒരാൾ പറഞ്ഞു. ഓക്കെ. സ്ക്രീന് കാണാമെങ്കിൽ പറയണേ. സ്ക്രീന് കാണാമോ? കാണുന്നുണ്ട്. ക്ലിയർ. ഓക്കെ. ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഉണ്ട്. ഉണ്ട്. ഓക്കെ. അപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് HCF ആൻഡ് LCM ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്പർ സിസ്റ്റം പഠിച്ചു. അതുപോലെ തന്നെ ഇനി അടുത്ത് HCF ആൻഡ് LCMിൽ നമ്മൾ ആദ്യത്തെ 17 ക്വസ്റ്റ്യനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാരും ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചെങ്കിലും സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ആരും ഇതുവരെ ഗ്രൂപ്പിന്റെ അകത്ത് അത് ഇത് ചെയ്തിട്ടില്ല. ഇനിയുള്ള ക്ലാസ് മൊത്തം ഗൂഗിൾ മീറ്റ് ആയിരിക്കും, യൂട്യൂബിൽ ലൈവ് വരത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് പേയ്മെന്റ് ചെയ്തവർക്ക് മാത്രമായിരിക്കും ഈ ക്ലാസ്സുകൾ കിട്ടുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയാം, എല്ലാരും ഒരു ബുക്കും പേപ്പറും എടുത്ത് വെച്ചാൽ നല്ല കാര്യമായിരിക്കും. കാരണം എന്ന് വെച്ചാല് പിന്നീട് നിങ്ങൾക്ക് ഇപ്പം തന്നെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ. 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 അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി നമ്പേഴ്സ് ബിറ്റ്വീൻ 400 ആൻഡ് 500 ആർ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 12, 15 ആൻഡ് 20. 12ഉം 15ഉം 20ഉം ഈ 400ന്റെയും 500ന്റെയും ഇടയ്ക്കുള്ള എത്ര നമ്പർ ഉണ്ട്? ഓക്കെ, എത്ര നമ്പർ ആണ് 400ന്റെ 500ന്റെ ഇടയ്ക്കുള്ളത് വിച്ച് ആർ എക്സാക്ട്ലി ഡിവിസിബിൾ? എക്സാക്ട്ലി ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 0 വരും. ഓക്കെ, അതെല്ലാവർക്കും അറിയാലോ. ഈ നമ്പേഴ്സ് അതായത് 12, 15, 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് ആണ് 400നും 500ന്റെയും ഇടയ്ക്കുള്ളത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവുന്നത്? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വേർഡ് പ്രോബ്ലംസ്, ഈ വേർഡ് പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് ട്രിക്സ് ഉണ്ട്. ട്രിക്സ് അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പൊ ഇപ്പം ഈ ഒരു 17 ക്വസ്റ്റ്യൻ ഞാൻ പറയും പോലെ ചെയ്താൽ മതി, ഈ ഒരു പ്രോബ്ലംസ് കിട്ടും. അപ്പോ എങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും HCF ആണോ യൂസ് ചെയ്യേണ്ടത്, LCM ആണോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരും. അപ്പൊ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതും ക്ലിയർ ആവും. ഓക്കെ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. ആരെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞാൽ മതി. കാരണം വെച്ചാൽ എന്റെ വോയിസ് കേൾക്കുന്നുണ്ടെന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 400ന്റെ 500ന്റെ ഇടയ്ക്ക് എത്ര നമ്പർ ഉണ്ട് വിച്ച് ആർ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 12, 15, 20. എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 12, 15, 20 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഇതെന്ന് പറഞ്ഞാൽ LCM ആണ്. ഓക്കെ, കാരണം എന്താന്ന് വെച്ചാൽ LCM ആകുമ്പോഴത്തേക്കും ഈ 12നും 15ഉം 20ഉം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും ഈ LCM ചെയ്യുമ്പോൾ കിട്ടുന്നത്. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ 15ഉം 12ഉം 20യും നമുക്ക് LCM എങ്ങനെ കാണണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ LCM കാണാൻ പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ട തന്നിരിക്കുന്ന നമ്പർ 12, 15, 20. അപ്പൊ ഇതിന്റെ LCM എടുക്കുമ്പോഴത്തേക്കും 2 കൊണ്ട് ഇത് പോവും. അപ്പൊ ഇത് 6, 15, 10. ഇത് എന്തുകൊണ്ട് ഈ 15 താഴെ വന്നു എന്ന് എല്ലാവർക്കും അറിയാലോ. മൈക്ക് ഓക്കെ, ആരോ മൈക്ക് ഓൺ ആണ്. അഞ്ജന മൈക്ക് ഓക്കെ. ഓക്കെ, അപ്പൊ അടുത്ത് നമുക്ക് വീണ്ടും ഇത് 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇത് 3 ടൈംസ് ഈ 15 താഴെ അതേപോലെ വരും. ബാക്കി ഇവിടെ 5.
അതുപോലെ തന്നെ അടുത്ത് വീണ്ടും നമുക്ക് 2 കൊണ്ട് പറ്റില്ല, 2 കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറും ഇല്ല. 2 കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത് 3 പോകും. 3 പോകുമ്പോൾ ഇത് 1 ആവും, ഇത് 5 ആവും, ഇത് 5 ആവും. ഓക്കെ, അടുത്ത് നമുക്ക് 5 കൊണ്ട് ചെയ്യാനുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 1 1 ആയി. ഓക്കെ, അപ്പം LCM എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റാണ്. 2 × 2 × 3 × 5. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്യുമ്പോൾ എത്രയാ കിട്ടുന്നത്? 2 × 2 × 3 × 5. 60. ഓക്കെ, അപ്പോ LCM എന്ന് പറയുന്നത് 60 ആണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ ചോദിച്ചിട്ടുള്ളത് 400ന്റെ 500ന്റെ ഇടയ്ക്കുള്ളതാണ്. അപ്പോൾ ഈ നമ്പർ നമ്മൾ ഫസ്റ്റ് ഈ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഈ 400 നിന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിമൈൻഡർ കിട്ടും. ഈ 400 നിന്ന് ആ റിമൈൻഡർ കുറച്ച് കഴിഞ്ഞാൽ ഈ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ 400 ഡിവൈഡഡ് ബൈ 60 നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 6 ടൈംസ് ആകുമ്പോഴത്തേക്കും 360 ആവും. ഓക്കെ, 360 ഇതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 40 ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഈ 400 നിന്ന് 40 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 60 കൊണ്ട് എക്സാക്ട്ലി ഡിവിസിബിൾ ആവുന്ന ഒരു നമ്പറാണ് കിട്ടുന്നത്. അതെന്ന് പറയുന്നത് 360 ആണ്. ഓക്കെ, 360 ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എത്രയാ? ഈ 400നും 500ന്റെ ഇടയ്ക്കുള്ള നമ്പറാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 360യുടെ കൂടെ അടുത്ത് നമ്മൾ ചെയ്യേണ്ട എന്താ? ഈ 60 ആണ് നമ്മൾ അടുത്ത് ആഡ് ചെയ്യേണ്ടത്. 360യുടെ 60 ആഡ് ചെയ്യുമ്പോൾ 420 ആവും. അപ്പൊ അതും ഒരു നമ്പറായി. 420യുടെ വീണ്ടും 60 ആഡ് ചെയ്യും, അപ്പൊ എത്രയാവും? 480 ആവും. അപ്പൊ ഈ രണ്ട് നമ്പറാണ് 400ന്റെ 500ന്റെ ഇടയ്ക്കുള്ള. അപ്പൊ ഇതെങ്ങനെ വന്നെന്ന് മനസ്സിലായല്ലോ. 360 വരുന്നതെന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന റേഞ്ച് ആണെങ്കിൽ അതിന്റെ ഇനിഷ്യൽ നമ്പർ, അതായത് 400 നമ്പറിനെ നമ്മൾ കിട്ടിയ LCM കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടും. ഒരു നമ്പർ അല്ല, റിമൈൻഡർ കിട്ടും. ഈ റിമൈൻഡർ ഈ തന്നിരിക്കുന്ന നമ്പറിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഈ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ കൂടെ നമ്മൾ 60 ആഡ് ചെയ്യുമ്പോഴത്തേക്കും, അതായത് ഇപ്പോ 360 എന്ന് പറഞ്ഞാൽ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാണ്. അടുത്ത് അതിന്റെ കൂടെ നമ്മൾ 60 ആഡ് ചെയ്യുമ്പോഴത്തേക്കും ആ കിട്ടുന്ന നമ്പറും 60 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ആണല്ലോ? ഹലോ, 420 അതിന്റെ കൂടെ. അപ്പൊ 420 എന്ന് പറയുന്നത് 400ന് ശേഷമുള്ള നമ്പറാണ്. ഹലോ, ഓക്കെ, അപ്പോ നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 400ന്റെ 500ന്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് ആണ്. എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 12, 15, 20. ഈ 12, 15, 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 0 ആയിരിക്കണം. ഈ 400നും 500ന്റെ ഇടയ്ക്കുള്ള ഏതൊക്കെ നമ്പറാണ് ഈ 12 കൊണ്ടും 15 കൊണ്ടും 20 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് റിമൈൻഡർ 0 കിട്ടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ 12, 15, 20 ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുന്നതിന് പകരമാണ് നമ്മൾ LCM എടുക്കണം. LCM എടുക്കുമ്പോഴത്തേക്കും ഈ 12, 15, 20 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാണ് നമുക്ക് കിട്ടുന്ന നമ്പർ, LCM എടുത്ത് കിട്ടുന്ന ഒരു നമ്പർ. അപ്പോ ആ LCM എടുക്കുമ്പോൾ കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 60 ആണ്. ഈ 60 നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ആദ്യത്തെ നമ്പർ, അതായത് 400, ഈ 400ൽ നിന്ന് ഈ ഒരു 60 കുറയ്ക്കും. 400ൽ നിന്ന് 60 കുറയ്ക്കും. ഈ 400ൽ നിന്ന് 60 കുറച്ചു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന നമ്പർ, ഈ 400ൽ നിന്ന് 60 കുറയ്ക്കുമ്പോൾ 360 ആവും. ഓക്കെ, 400ൽ നിന്ന് 40 കുറയ്ക്കുമ്പോഴത്തേക്ക് റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ 40 ആണ്. ഈ 40 400ൽ നിന്ന് കുറച്ചു കഴിഞ്ഞാൽ 360 കിട്ടും. ഈ 360 എന്ന് പറഞ്ഞാൽ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. ഈ 60 എന്ന് പറഞ്ഞാൽ എന്താ? ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ എല്ലാത്തിന്റെയും കൂടെ LCM ആണ്. അപ്പോ 360 എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാണ്. ഓക്കെ, അപ്പൊ 360 ഡിവൈഡ് ചെയ്യാൻ പറ്റും 60 കൊണ്ട്. അപ്പൊ ഈ 360യോട് ഒരു 60 ആഡ് ചെയ്ത് കഴിഞ്ഞാലും 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. അതായത് 400ന് ശേഷമാവും, അതായത് 420 ആവും. 360 പ്ലസ് 60 എന്ന് പറയുന്നത് 420 ആണ്. 360 പ്ലസ് 60 എന്ന് പറയുന്നത് 420 ആണ്. 420യുടെ വീണ്ടും ഒരു 60 കൂട്ടുമ്പോൾ 480 ആവും. അടുത്ത നമ്മൾ ഒരു 60 കൂടെ ആഡ് ചെയ്താലും 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാണ്. പക്ഷെ അത് 500ന്റെ പുറത്ത് വരുന്നു.
അതുകൊണ്ടാണ് ആ രണ്ട് നമ്പർ അടുത്ത നമ്പർ എടുക്കാത്തത്. അപ്പോൾ 400 500 ഇടയ്ക്ക് ഈ രണ്ട് നമ്പർ മാത്രമാണ് 60 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവുന്നത്. അതായത് ഈ 12 50 20 എടുത്തിട്ട് LCM എടുക്കുമ്പോഴത്തേക്കും ഇത് മൂന്നിന് കോമൺ ആയിട്ടുള്ള ഒറ്റ നമ്പർ കിട്ടും. ഈ 12 സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതിന് പകരം 15 സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതിന് പകരം 20 സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ട് ഒരു നമ്പർ റെപ്രസെന്റ് ചെയ്യും. 15-ന് 20-ന് 12. അതാണ് ഈ LCM എടുക്കുമ്പോൾ കിട്ടുന്ന 60. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് നമ്പറാണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ഹലോ, വോയിസ് ക്ലിയർ അല്ലേ? അപ്പൊ ഇതിലൊക്കെ കുറച്ച് നിങ്ങളുടെ ബ്രെയിനും കൂടെ യൂസ് ചെയ്യേണ്ടതാണ്. ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ പഠിച്ചാൽ മതി. ഇതൊക്കെ തന്നെ ചോദിക്കാൻ പോകുന്നത്, വേറെ ഒന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഈ ക്വസ്റ്റ്യനുകൾ ചിലപ്പോൾ നമ്പർ മാറി വരും. 400 വരെ, ചിലപ്പോൾ 600 700 ഇടയ്ക്കായിരിക്കും. അപ്പൊ ചെയ്യേണ്ട മെത്തേഡ് എല്ലാവരും പഠിച്ചു വെക്കുക. ഇതിൽ നിന്ന് കുറെ ചോദിക്കും, അതുപോലെ തന്നെ വേറെ കുറച്ച് ചേഞ്ച് ചെയ്ത് ചോദിക്കുക. അത്രേ നടക്കത്തുള്ളൂ. വേറെ ഒന്നും കൂടുതൽ എക്സ്ട്രാ ഒന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു അരിഹന്തിന്റെ ബുക്ക് മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ളത് മാത്രമേ ചോദിക്കത്തുള്ളൂ. അത് തന്നെ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്നത്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ നമ്പർ ബിറ്റ്വീൻ 200 and 300. ഇതിന്റെ റെക്കോർഡഡ് വീഡിയോ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് ഞാനത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോ ദ നമ്പർ ബിറ്റ്വീൻ 200 and 300. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ നമ്പർ ബിറ്റ്വീൻ 200 and 300 which when divided by 6, 8 or 9 leaves a remainder 8 in each case. അപ്പോൾ 200-നും 300-ന്റെ ഇടയ്ക്കുള്ള നമ്പറാണ്, നമ്പേഴ്സ് 200-നും 300-ന്റെ ഇടയ്ക്കുള്ള നേരത്തെ തന്നിട്ടുള്ള പോലെ ക്വസ്റ്റ്യൻ തന്നെ. വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 6, 8, 9 ലീവ്സ് എ റിമൈൻഡർ 8. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ 6, 8, 9-ന്റെ റിമൈൻഡർ നമ്മൾ സാധാരണ ഇവിടെ റിമൈൻഡറിന്റെ നമ്മൾ LCM കണ്ടുപിടിക്കും പോലെ കണ്ടുപിടിക്കുക. അപ്പം 6, 8, 9-ന്റെ LCM ആരെങ്കിലും ഒന്ന് പറ. കാരണം എന്ന് വെച്ചാൽ ഞാനിതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന പറഞ്ഞു പോകാൻ പറ്റത്തില്ല. അപ്പൊ 6, 8, 9 ആരെങ്കിലും ഒരാള് എല്ലാരും ചെയ്യുക, ചെയ്തിട്ട് അതിന്റെ ആൻസർ പറയുക. ആ 72. ഓക്കെ, 72 ആണ് ഇതെന്ന് പറഞ്ഞ LCM എന്ന് പറഞ്ഞ. അപ്പൊ അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ എങ്ങനെയാ പറഞ്ഞത്, നേരത്തെ ചെയ്ത മെത്തേഡ് എങ്ങനെയാ? നേരത്തെ ഇവിടെ 400 നമ്മൾ എന്താ ചെയ്തത്? 200 divided by 72. ആ ഓക്കെ, അപ്പൊ 200 divided by 72. ഇതിന്റെ റിമൈൻഡർ എത്ര വന്നെന്ന് പറയും? നിങ്ങൾ പെട്ടെന്ന് ചെയ്തു പോകണം കേട്ടോ, പെട്ടെന്ന് പറയണം. ടു 200 divided by 72 ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുന്നത്? ആരെങ്കിലും 56 അല്ലേ? ഓക്കെ, 56 നമ്മൾ ഇനി അടുത്ത് എന്താ ചെയ്തത്? 200-ൽ നിന്ന് 56 കുറയ്ക്കും. അപ്പൊ എത്ര കിട്ടുന്നത്? 144. ഓക്കെ, 144. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ കൂടെ 72 നമ്മൾ ആഡ് ചെയ്യും. 72 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 216. നേരത്തെ ഈ ചെയ്ത സെയിം മെത്തേഡ് തന്നെ 216 കിട്ടി. ഇതെന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഡിവിസിബിൾ ആണ്, എക്സാക്ട്ലി ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ 200-നും 300-ന്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ
216ഉം അതുപോലെ തന്നെ അടുത്ത് ഒരു നമ്പർ 300ന്റെ ഇടയ്ക്ക് അടുത്തൊരു നമ്പർ എന്ന് പറഞ്ഞാൽ 216 പ്ലസ് 72 ചെയ്യുമ്പോൾ അടുത്ത നമ്പർ കിട്ടും. അതായത് ഈ 72 കൊണ്ട് എക്സാക്ട്ലി ഡിവിസിബിൾ ആവുന്നത്. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് 288 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ലീവ്സ് എ റിമൈൻഡർ 8 ആണ്. 8 നമുക്ക് റിമൈൻഡർ വരണം. അങ്ങനെ 8 റിമൈൻഡർ വരണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 216 പ്ലസ് 8 ചെയ്യുക, അതുപോലെ തന്നെ 288 പ്ലസ് 8 ചെയ്യുക. ഇത് രണ്ടും ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 2 നമ്പർ കിട്ടും. അത് ഏതൊക്കെയാ നമ്പർ? 216 പ്ലസ് 8 എത്ര? 224 കിട്ടിയോ? അതുപോലെ 296 കിട്ടിയോ? 288 പ്ലസ് 8 ചെയ്യുമ്പോ ഓക്കെ. അപ്പൊ അതാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ 200 തൊട്ട് 300ന്റെ ഇടയ്ക്കുള്ള നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്, വിച്ച് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ഇതിന് മൂന്നിനും പകരം നമ്മൾ ഇതിന്റെ LCM എടുത്തിട്ട് 72 കിട്ടി. അപ്പൊ 72 കിട്ടിയതിന് ശേഷം 200 ഡിവൈഡഡ് ബൈ 72 ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടും, റിമൈൻഡർ കിട്ടും. ഈ റിമൈൻഡർ 200 നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി ഡിവിസിബിൾ ആവുന്ന ഒരു നമ്പർ കിട്ടും. പക്ഷെ ആ നമ്പർ 200ന്റെ താഴെയാണ്. അപ്പോൾ അത് നമ്മൾ 200ന്റെ മുകളിലാക്കണ വരെ നമ്മൾ അതിന്റെ കൂടെ 72 ആഡ് ചെയ്ത് കൊടുക്കണം. 72 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടിയ? 216 കിട്ടി. അടുത്ത് ഒരു 72 കൂടെ ആഡ് ചെയ്യുമ്പോൾ 288 കിട്ടും. അടുത്ത് നമ്മൾ 72 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 300ന്റെ പുറത്തു പോകും. അതുകൊണ്ടാണ് നമുക്ക് 288 വരെ മതി. അപ്പോ നമുക്ക് 8 റിമൈൻഡർ വരണം. 8 റിമൈൻഡർ വരണമെങ്കിൽ 260 പ്ലസ് 8 ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 224 ആണ്. ഈ 224 ഡിവൈഡഡ് ബൈ 72 ചെയ്താൽ നമുക്ക് റിമൈൻഡർ 8 വരും. ഓക്കെ, അതുപോലെ തന്നെ 296 ഡിവൈഡഡ് ബൈ 72 ചെയ്താൽ റിമൈൻഡർ നമുക്ക് എത്ര വരും? 8 വരും. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്നത് 8 ഇതിന്റെ കൂടെ. ഇപ്പൊ മനസ്സിലായോ ക്വസ്റ്റ്യൻ വരുന്നതിന്റെ ലെവല്, അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ലെവല്, നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്? ഹലോ ഹലോ മനസ്സിലായി. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവുക. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നല്ല രീതിയിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള പഠിച്ചു കഴിഞ്ഞാൽ കുറെ നമ്പർ മാറി വരും. കുറെയൊക്കെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും. HCF LCM എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് പഠിക്കുക. അതുപോലെ തന്നെ 2-3 ഫോർമുല ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരു മാക്സിമം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു രീതിയിലാണ് SSC GD ഒക്കെ ചോദിക്കാൻ പോകുന്നത്. അപ്പൊ അടുത്ത പാടാണെന്ന് വെച്ചാൽ ഇത് അത്ര പാടൊന്നുമല്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്ക് മനസ്സിലായ ബേസിക് ഒരു പിടിയില്ലാത്തോണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഇത് വരുന്നത്. ഇപ്പൊ ജസ്റ്റ് 12th കഴിഞ്ഞവരോ ഡിഗ്രി ചെയ്യുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് വർഷമായിട്ടുള്ളവർക്കാണ് പ്രശ്നം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ the HCF and LCM of two numbers are 21 and 4641 respectively. If one of the number lies ആണ് കേട്ടോ, lies between 200 and 300, the two numbers are. അപ്പോ ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ HCF-ഉം LCM of two numbers, രണ്ട് നമ്പറിന്റെ LCM-ഉം HCF എന്ന് പറയുന്നത്, HCF-ഉം LCM എന്ന് പറയുന്നത് 21-ഉം 4641 ആണ്. ഓക്കെ, 21 എന്ന് പറയുന്നത് HCF, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് രീതിയിലായിരിക്കും ആ നമ്പറും തരുന്നത്. ഓക്കെ, HCF ആണെങ്കിൽ ഇവിടെ 21 ആയിരിക്കും ആദ്യം തരുന്നതായിരിക്കും HCF എന്ന് പറയുന്നത്, പിന്നെ LCM ആണെങ്കിൽ രണ്ടാമത് തരുന്നതായിരിക്കും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടേ തരത്തുള്ളൂ. അല്ലാതെ 4641 ആദ്യം തന്നിട്ട് 21 ഇപ്പുറത്ത് തരത്തില്ല, ഈ ഒരു രീതിയിൽ തന്നിട്ട്. അപ്പൊ HCF ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യത്തെ നമ്പർ വരത്തുള്ളൂ. അതുപോലെ തന്നെ LCM-ന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ടാമത്തെ നമ്പർ വരുള്ളൂ. അപ്പൊ LCM-ഉം HCF-ഉം LCM ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറയുന്നത്, രണ്ട് നമ്പറിന്റെ HCF LCM എന്ന് പറയുന്നത് 21-ഉം 4641 ആണ്. ഇഫ് one of the number lies between 200 and 300. Okay,
ഇതിന്റെ ഒരു നമ്പർ എന്ന് പറയുന്നത് 200ന്റെയും 300ന്റെയും ഇടയ്ക്കാണ് തരുന്നതെങ്കിൽ then the two numbers are. അപ്പോ ഇതെങ്ങനെയാ ചെയ്യേണ്ടത്? എനി ഐഡിയ? എങ്ങനെ ചെയ്യേണ്ടതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? വോയിസ് ആരെങ്കിലും ഒന്ന് വോയിസ് പറഞ്ഞോ. അപ്പോ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇവിടെ നിങ്ങളെ തെറ്റിക്കാനാണ് ഈ ഒരു സെന്റൻസ് തന്നിരിക്കുന്നത്. ഇഫ് വൺ ഓഫ് ദി നമ്പർ ലൈസ് ബിറ്റ്വീൻ 200 and 300 the two numbers are. ഇതിന്റെ ഈ ഒരു സെന്റൻസിന്റെ ഒരു ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഈ 200 300 തന്നല്ലോ, അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ആവശ്യം വരുമെന്ന്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്ന് നിങ്ങളെ മൈൻഡ് മാറ്റും. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി, അവരെ ഒരിക്കലും നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ എടുത്തില്ല, നിങ്ങൾക്ക് തെറ്റിക്കാൻ മാത്രമേ ഒരു ക്വസ്റ്റ്യൻ ഇടുകയുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ രീതിയിൽ ക്വസ്റ്റ്യൻ വരും. ഇഫ് വൺ ഓഫ് ദി നമ്പർ ലൈസ് ബിറ്റ്വീൻ 200 and 300. ചിലപ്പോൾ 200നും 300ന്റെ ഇടയ്ക്ക് തന്നെ ആയിരിക്കും. പക്ഷെ അവിടെ നമുക്കൊരു ഇതിനെ റിലേറ്റ് ചെയ്യാൻ നമുക്കൊരു എന്താ പറയാ, നമുക്കൊരു ഇതില്ല. എങ്ങനെ ഈ 200 300ന്റെ ഇടയ്ക്ക് വരുന്നെന്നുള്ള ഒരു കാര്യം അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു സെന്റൻസ് ഇവിടെ അനാവശ്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ പോവേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ബേസിക് കോൺസെപ്റ്റ് എന്താണ് പഠിച്ചത്? HCF LCM തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണേ? ഞാൻ ഫോർമുലാസ് അതിൻ്റെ അകത്ത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 4 ഫോർമുല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഫോർമുല ഉണ്ട്. HCF അത് തന്നെ. ഓക്കെ. HCF into LCM എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് HCF-ഉം അറിയാം LCM-ഉം അറിയാം. അപ്പൊ 21 into 4641 എത്രയാണ്? ഓക്കെ. അപ്പൊ 21 into 4641 എന്ന് പറയുന്നത് 97,461 ആണ്. ഓക്കെ. അത് നമ്മൾ പ്രോഡക്റ്റ് എടുക്കുക. 21 into ഇതെന്ന് പറയുന്നത് x into y ആണ്. ഏതോ 2 നമ്പറിന്റെ പ്രോഡക്റ്റ് ആണ് ഇത് തന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മളിതിൽ എന്താ ചെയ്യണ്ടേ? ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. ഈ ഒരു യൂണിറ്റ് ഡിജിറ്റ് ആണല്ലോ നമുക്ക് വരേണ്ടത്. 1 ആണല്ലോ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് വരേണ്ടത്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഈ ആൻസർ തന്നെ നമുക്ക് വരേണ്ടത്. അപ്പൊ ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ തന്നിരിക്കുന്ന ഓരോ ഓപ്ഷന്റെ യൂണിറ്റ് ഡിജിറ്റ് ഏത് വരും എന്ന് നോക്കണം. അപ്പൊ 273 into 357 ചെയ്യുമ്പോഴത്തേക്കും യൂണിറ്റ് ഡിജിറ്റ് എന്താ വരുന്നത്? ഇതെങ്ങനെയാ ചെയ്യേണ്ടത്? 273 into 357. അപ്പോ ഫസ്റ്റ് ചെയ്യുന്ന നമ്പർ ആയിരിക്കുമല്ലോ എപ്പോഴും യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. ബാക്കിയെല്ലാം 0, അതിനുശേഷം ബാക്കി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ പോകുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ 21 ആണ്. 21 ബാക്കി ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പോകും. അടുത്ത് ഇവിടെ 0 ഇട്ടിട്ടായിരിക്കും ബാക്കി നമ്മൾ അടുത്ത് 5ന്റെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 0 ഇട്ടിട്ടാണ് അടുത്തതിന്റെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോഴും യൂണിറ്റ് ഡിജിറ്റ് ഏതാണ്? ഈ 1 തന്നെയാണ് യൂണിറ്റ് ഡിജിറ്റ്. അപ്പൊ ഇതാണ് ആൻസർ. ബാക്കി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്. അപ്പം യൂണിറ്റ് ഡിജിറ്റ് 0 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ 5ഉം 4ഉം ആണ് വരുന്നത്. അപ്പൊ 5 into 4 എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ. അപ്പൊ അവിടെയും 0 ആണ് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. ഇവിടെ നോക്കുമ്പോൾ 0 ആണ് വീണ്ടും യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. കാരണം വെച്ചാൽ 0 into 2 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ. അപ്പൊ ബാക്കി എല്ലായിടത്തും വേറെ നമ്പേഴ്സ് ആണ് വരുന്നത്. ഇവിടെ മാത്രം 1 വരുന്നു. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം A തന്നെയാണ് ആൻസർ എന്നുള്ളത്. 273,357 തന്നെയാണ് ആൻസർ എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. അതിലപ്പോ 300ന്റെ അടുക്ക് എന്ന് പറയുന്നില്ലേ? ഏതിന്റെ? ലൈസ് ബിറ്റ്വീൻ 200 and 300 എന്ന് പറയുന്നില്ലേ? ഒരു നമ്പർ അത് കറക്റ്റ് തന്നെ ആയിരിക്കും 200 300ന്റെ ഇടയ്ക്ക്. പക്ഷെ ഇത് ഇവിടെ അനാവശ്യമാണ്, അത് പറയേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ മാത്രമേ, ഈ ഒരു സെന്റൻസ് വെച്ച് മാത്രമേ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇത് ഇവിടെ അനാവശ്യമാണ്, ഇതിന്റെ ഒരു ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കൂലേ 200 300ന്റെ ഇടയ്ക്ക് റേഞ്ച് വന്നാൽ നമുക്ക് മറ്റേ രീതിയിൽ ചെയ്തുകൂടെ എന്നുള്ളത്. LCM നമുക്കറിയാം 4 6. പിന്നെ നിങ്ങൾ 200 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ ആ രീതിയിലൊക്കെ ചെയ്യാൻ പോകത്തില്ല.
അതുകൊണ്ടാ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ അപ്പൊ 357 300 വലുതല്ലേ? 300 ശേഷം വരുന്നത്. അപ്പൊ അതുകൊണ്ട് അല്ല, ഇവിടെ ഒരു നമ്പർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞിരിക്കുന്ന സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ അത് ആവശ്യമില്ല, അവിടെ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനല്ലോ. ഓക്കെ. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ക്യാൻ ഡിവൈഡ് 284, 698, 1618 ലീവിംഗ് ദ സെയിം റിമൈൻഡർ 8 ഇൻ ഈച്ച് കേസ്. അപ്പോ ഇതിലെന്ന് പറഞ്ഞാൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ HCF ആണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതേപോലത്തെ കുറച്ച് വേർഡ്സ് ഉണ്ട്. ചില വേർഡ്സ് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് HCF ആണോ LCM ആണോ കണ്ടുപിടിക്കേണ്ടതെന്നുള്ള ഇതുണ്ട്. അപ്പോ എല്ലായിടത്തും ഇത് കറക്റ്റ് ആവണമെന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പലയിടത്തുനിന്ന് ഞാനിങ്ങനെ ഇൻഫർമേഷൻ എടുത്തിട്ട് നോക്കുകയാണ്, എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ HCF ആണോ LCM ആണോ എടുക്കേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ അത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. ഗ്രേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ HCF ആണ്. ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ക്യാൻ ഡിവൈഡ് 284, 698, 1618 ഈ മൂന്ന് നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ലീവിംഗ് ദ സെയിം റിമൈൻഡർ 8 റിമൈൻഡർ വരണം. അപ്പൊ ഈ 8 റിമൈൻഡർ വരണമെങ്കിൽ 8 റിമൈൻഡർ വരണമെങ്കിൽ നമ്മൾ ഈ 284ൽ നിന്ന് 8 കുറയ്ക്കണം. ഓക്കെ, 284ൽ നിന്ന് 8 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ HCF എടുത്തിട്ട് കിട്ടുന്ന ആൻസറിൽ നിന്ന് കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു നമ്പർ കിട്ടത്തുള്ളൂ. മനസ്സിലായോ? മനസ്സിലായില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ക്യാൻ ഡിവൈഡ് 284, 698, 1618. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. റിമൈൻഡർ സെയിം റിമൈൻഡർ നമുക്ക് കിട്ടണം. ഈ 3 നമ്പർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സെയിം റിമൈൻഡർ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഈ 3 നമ്പറിൽ നിന്ന് നിങ്ങൾ 8 കുറയ്ക്കണം. 3 നമ്പറിൽ നിന്നും 8 കുറയ്ക്കണം. അപ്പോ 284 മൈനസ് 8 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 276. അടുത്തത് 690. അടുത്തത് ഓക്കെ, ഈ 3 നമ്പറാണ് കിട്ടുന്നത്. 276, 690, 1610. അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ 3ന്റെ HCF എടുക്കണം. 276ന്റെയും 690ന്റെയും 1610. HCF എടുക്കാൻ എല്ലാവർക്കും അറിയാലോ. ഉം 276ന്റെ എങ്ങനെയാ നമ്മൾ ചെയ്യുന്നത്? ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക. മറ്റേ മെത്തേഡ് അറിയാലോ, വീഡിയോ പറഞ്ഞ പോലെ ചെയ്യുക. എല്ലാ മെത്തേഡും മറ്റേ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി. അപ്പൊ 276ന്റെ ഫാക്ടറൈസേഷൻ എങ്ങനെയാ വരുന്നത്? 2 into 2 into 3 into 23 into 1 ആണ്. അതുപോലെ തന്നെ 690 കാര്യം ചെയ്യാം. വേറെ ഓക്കെ, അപ്പോ 276 എന്ന് പറഞ്ഞാൽ എത്ര? 276ന്റെ എത്ര? ഇത് അതിനെക്കാട്ടിയും ദുരന്തമാണ്. ഓക്കെ, ഇത് തന്നെ മതി. 690 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 2 into 3 into 5 into 23 ആണ്. അതുപോലെ തന്നെ 1610 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 2 into 5 into 7 into 23. ഇതില് 3ലും വരുന്ന കോമൺ നമ്പേഴ്സ് ആണ് HCFന്റെ എടുക്കേണ്ടത്. അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും HCF എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് 3 കോമൺ ആയിട്ട് വരുന്ന ഏതൊക്കെ നമ്പറാണ്? ഇതിന് 3 കോമൺ 2 വരുന്നുണ്ടല്ലോ. അപ്പൊ 2 into 3 3ലും വരുന്നുണ്ടോ? ഇല്ല.
അപ്പൊ 3 പറ്റില്ല. അടുത്ത് 3-ലും വേറെ ഒരു 2 ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു 2 ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു 2 ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു 2 ഉണ്ടായിരുന്നെങ്കിൽ ആ 2 നമുക്ക് എടുക്കാം. 3-ലും കോമൺ ആയിട്ട് നമ്പേഴ്സ് വരണം. ഓക്കെ, അപ്പൊ ഇതിലും ഒരു 2 നമ്മൾ എടുത്ത് 3-ലും കോമൺ ആയുണ്ട്. അടുത്ത നമുക്ക് 2 3-ലും വേറെ കോമൺ ആയിട്ടില്ല, അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല. 3-യും 3-ലും കോമൺ ആയിട്ടില്ല. അതുപോലെ തന്നെ അടുത്ത കോമൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 23 ആണ്. ഇവിടെയും 23 ഉണ്ട്, ഇവിടെയും 23 ഉണ്ട്, ഇവിടെയും 23 ഉണ്ട്. അപ്പൊ 2 × 23 × 1, എല്ലായിടത്തും 1 കോമൺ ആണ്. അപ്പൊ 2 × 23 എത്ര? 46. അപ്പൊ HCF എന്ന് പറയുന്നത് 46 ആണ്. HCF നമുക്ക് കിട്ടിയല്ലോ 46 എന്നുള്ളത്. അടുത്ത നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ find the greatest number ആണ് which can divide 284, 698, 1618. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ ആദ്യം 8 കുറച്ച് കഴിഞ്ഞു സെയിം റിമൈൻഡർ കിട്ടാൻ വേണ്ടി. ലീവിങ് സെയിം റിമൈൻഡർ 3-ലും റിമൈൻഡർ 8 വരാൻ വേണ്ടി, സെയിം റിമൈൻഡർ വരാൻ വേണ്ടിയിട്ട് 8 നമ്മൾ ഇതിൽ നിന്ന് കുറച്ചു. അതിനുശേഷം അതിന്റെ HCF എടുത്തപ്പോൾ 46 കിട്ടി. ഓക്കെ, അപ്പൊ ഇതില് ആൻസർ എന്ന് പറയാൻ ഒന്നുമില്ല, 46 തന്നെയാണ് ആൻസർ. എന്തുകൊണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ HCF എന്ന് പറഞ്ഞാൽ 3-ലും കോമൺ ആയിട്ട് വരുന്ന ഒരു നമ്പറാണ്. 3-ലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ 8 ഇത് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ഓക്കെ, അപ്പൊ ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ, ഏറ്റവും വലിയ നമ്പർ. അതായത് ഈ 46 ആണ് ഏറ്റവും വലിയ നമ്പർ എന്ന് ആക്കുമ്പോൾ HCF ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, HCF which can divide 284, 698, 1618, leaving a same remainder 8. ഈ 3-ലും റിമൈൻഡർ 8 ആണ് സെയിം ആയിട്ട് നമുക്ക് വരേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇതിൽ നിന്ന് 8 കുറച്ചു. അതിനുശേഷം അതിന്റെ HCF കണ്ടുപിടിക്കുന്നതാണ് ആൻസർ. ഓക്കെ, എങ്ങനെ മെത്തേഡ് ചെയ്യണം മനസ്സിലായിരുന്നു? മെത്തേഡ് മനസ്സിലായോ? ഹലോ, ആരും എന്താണ് മിണ്ടാത്തത്? ഹലോ, വോയിസ് ഓൺ ചെയ്തിട്ട് സംസാരിച്ചോ, കുഴപ്പമില്ല. കാരണം വെച്ചാൽ എനിക്ക് എപ്പോഴും സ്ക്രീന് മാറ്റാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. ആരെങ്കിലും ഒന്ന് പറയടേ. മെത്തേഡ് മനസ്സിലായി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ ഞാൻ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മറ്റേ ഡൗട്ട് ഡിസ്കഷൻ ഗ്രൂപ്പിന്റെ അത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദി ലാർജസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എങ്കിലും ആ വരുന്ന രീതി പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ആ ഒരു രീതിയിൽ തന്നെ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ നമ്മളൊരു ആൻസർ ചെയ്യുന്നുമ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തതെന്നുള്ള ഒരു രീതി മനസ്സിലാക്കി വെക്കുക. Find the largest number which divides 62, 132 and 237 to leave the same remainder in each case. എല്ലാത്തിലും ഈ 3-ലും ഏറ്റവും ഫൈൻഡ് ദി ലാർജസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ്, അതായത് ഈ 62 ഡിവൈഡഡ് ബൈ ഒരു നമ്പർ ചെയ്യും, അതേപോലെ തന്നെ 132 ഡിവൈഡഡ് ബൈ ഒരു നമ്പർ ചെയ്യും, 237 ഡിവൈഡഡ് ബൈ ഒരു നമ്പർ ചെയ്യും. ഈ 3-ലും കോമൺ ആയിട്ട് വരുന്ന ഒരു നമ്പർ, അതായത് ഈ 3-ലും ഡിവൈഡ് ചെയ്യുന്ന ഒറ്റ നമ്പർ ആയിരിക്കണം. ഓക്കെ, അത് ചെയ്യുമ്പോൾ എല്ലാത്തിലും സെയിം റിമൈൻഡർ ആയിരിക്കും വരണത്. ഓക്കെ, 62 ഡിവൈഡഡ് ഇപ്പൊ 5 ചെയ്യുമ്പോഴത്തേക്കും ഒരു 5 എന്ന് വന്നെന്ന് വിചാരിച്ചോ, ഈ 5 തന്നെ ആയിരിക്കണം 132 ഡിവൈഡഡ് ബൈ ആ നമ്പർ ചെയ്യുമ്പോഴത്തേക്കും റിമൈൻഡർ വരേണ്ടത്. അതുപോലെ തന്നെ 237 ഡിവൈഡഡ് ബൈ ആ നമ്പർ ചെയ്യുമ്പോഴത്തേക്കും ആ സെയിം റിമൈൻഡർ തന്നെ വരേണ്ടത്. അപ്പൊ ആ ലാർജസ്റ്റ് നമ്പർ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ,
ഓക്കെ, അപ്പോ ഇത് ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു നമ്പർ നമ്മൾ കുറയ്ക്കുമല്ലോ. ഓക്കെ, ഈ കുറയ്ക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാ? ഈ റിമൈൻഡർ മൂന്നിലും സെയിം ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ റിമൈൻഡർ കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ കിട്ടുമല്ലോ. അപ്പൊ മൂന്നില് കുറയ്ക്കേണ്ട സെയിം നമ്പർ ആയതുകൊണ്ട് തന്നെ 62 മൈനസ് എം ആയിട്ട് എടുത്തു. അതുപോലെ തന്നെ 132 മൈനസ് എം ആയിട്ട് എടുത്തു. 237 മൈനസ് എം ആയിട്ട് എടുത്തു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും രണ്ട് നമ്പർ എടുക്കുക. ഈ മൂന്നിലും എം കോമൺ ആയിട്ട് വരണോണ്ട് തന്നെ നമുക്ക് അതിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എന്താ പറയുക, എലിമിനേറ്റ് ചെയ്ത് കളയേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 8ലും 9ലൊക്കെ പഠിക്കാനുള്ള എലിമിനേഷൻ മെത്തേഡ്. അപ്പോ 62 മൈനസ് എം, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം. ഓക്കെ, 62 നിന്ന് ഈ സംഭവം കുറയ്ക്കാം. അതായത് ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ കുറയ്ക്കുക. അപ്പോൾ 62 മൈനസ് എം മൈനസ് 132 മൈനസ് എം. ഓക്കെ, അപ്പം 62 മൈനസ് എം, ഈ മൈനസ് ബ്രാക്കറ്റിന്റെ അകത്ത് പോകുമ്പോൾ എന്താവും? മൈനസ്, പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് എം ആവും. അപ്പോ ഈ എമ്മും ഈ എമ്മും ക്യാൻസൽ ആയി പോയോ? അടുത്ത് ബാക്കി വരുന്നത് എത്രയാ? 70 ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ എടുത്തെന്ന് വിചാരിച്ചോ, ഈ ഇക്വേഷനും ഈ ഇക്വേഷനും. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് ഈ രണ്ടാമത്തെ ഇക്വേഷൻ, ഇത് ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ രണ്ട് ഇക്വേഷനും കൂടെ നമ്മൾ കണക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ കുറച്ചത്. അതുപോലെ മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ കുറയ്ക്കും. അപ്പൊ 237 മൈനസ് എം മൈനസ് ഓഫ് 132 മൈനസ് എം, ഇതെന്ന് പറയുന്നത് എത്രയാ? 237 മൈനസ് എം മൈനസ് 132 പ്ലസ് എം. ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ എം എം ക്യാൻസൽ ആയി പോയി. 237 മൈനസ് 132 എന്ന് പറയുന്നത് 105 ആണ്. അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് നമ്പർ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഗ്രേറ്റസ്റ്റ്, ലാർജസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സെയിം ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? HCF ആ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 70ന്റെയും 105ന്റെയും LCM കണ്ടുപിടിക്കുക. ഇതിന്റെ രണ്ടിന്റെയും LCM കണ്ടുപിടിക്കാൻ അറിയാലോ എല്ലാവർക്കും. അതാ ഇനി അത് ഞാൻ പറയണം. HCF കണ്ടുപിടിക്കേണ്ട മെത്തേഡ്. ഇപ്പൊ 70യും 105ഉം രണ്ട് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് നമ്പറിന്റെ HCF എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് പറയണോ? ഓക്കെ, അപ്പൊ അതിന്റെ HCF എന്ന് പറയുന്നത് 35 ആണ്. ഓക്കെ, ആൻസർ 35 ഉണ്ടല്ലോ, സി ആണ് ആൻസർ. അപ്പോൾ ചെയ്തത് ഇത്രേ ഉള്ളൂ. ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ, ഏറ്റവും വലിയ നമ്പർ കണ്ടുപിടിക്കണം. ആ ലാർജസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ്, ലാർജസ്റ്റ് നമ്മൾ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ HCF ആണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 62, 132, 237 ടു ലീവ് ദ സെയിം റിമൈൻഡർ. ഇവിടെ സെയിം റിമൈൻഡർ ലീവ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തന്നിരിക്കുന്ന നമ്പറിൽ നിന്ന് ഒരു നമ്പർ, അതായത് ഇപ്പൊ 5 ആണ് നമുക്ക് ആ റിമൈൻഡർ വരേണ്ടതെങ്കിൽ ഈ 5 തന്നെ ആയിരിക്കും ഈ 3ൽ നിന്ന് കുറയ്ക്കേണ്ടത്. ഓക്കെ, ഈ 3ൽ നിന്ന് കുറച്ചാലും നമുക്ക് വേറെ നമ്പർ കിട്ടും. അതായത് 62 മൈനസ് 5 വേറൊരു നമ്പറാണ്, 132 മൈനസ് 5 വേറൊരു നമ്പറാണ്, 237 മൈനസ് 5 വേറൊരു നമ്പറാണ്. പക്ഷെ ഇതിൽ നിന്ന് 3ൽ നിന്ന് കുറയ്ക്കുന്ന ഒരു നമ്പർ തന്നെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എം എന്ന് തന്നെ എടുത്തത്. പക്ഷെ ആ നമ്പറുകൾ, ഇതിൽ നിന്ന് കുറയ്ക്കുന്ന നമ്പർ, കിട്ടുന്ന നമ്പർ ഉണ്ടല്ലോ. ഇപ്പൊ 62 മൈനസ് 5 എന്ന് പറയുന്നത് എത്രയാണ്? 57 ആണ്. അപ്പൊ ഈ 57 എന്ന് പറഞ്ഞാലും ഈ 32 മൈനസ് 5 എന്ന് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആയാലും 237 മൈനസ് 5 എന്ന് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആയാലും അത് മൂന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഇക്വേഷൻ ഫോം ചെയ്തു. അതിൽ നിന്ന് എം എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പൊ രണ്ട് റിസൾട്ട് കിട്ടി, 70യും 105ഉം കിട്ടി. ഇതിന്റെ രണ്ടിന്റെ HCF എടുത്തപ്പോഴത്തേക്ക് നമുക്ക് ആ നമ്പർ കിട്ടി. ഓക്കെ, മനസ്സിലായോ? ഹലോ, ആരെങ്കിലും ഒരാൾ വോയിസ്? ഓക്കെ, മനസ്സിലായി. ഓക്കെ,
അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഓരോ ക്വസ്റ്റിനും ചെയ്യേണ്ട വായിച്ചതിന് ശേഷം ഏത് മെത്തേഡാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഫസ്റ്റ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ മാത്രം എഴുതി ഒരു പേപ്പറിൽ വെക്കുക. അതിനുശേഷം സ്വന്തമായിട്ട് പഠിക്കാതെ, അതായത് ഇപ്പം ഞാൻ പറഞ്ഞു തരുന്ന മാത്രം വച്ചിട്ട് പഠിക്കാതെ നിങ്ങൾ ഒരു പേപ്പറിന്റെ അകത്ത് സ്വന്തമായിട്ട് എഴുതി നോക്കണം. ആൻസർ കിട്ടുന്നുണ്ടോന്ന് നോക്കണം. ക്വസ്റ്റ്യൻ മാത്രം വച്ചിട്ട് ആൻസർ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം പഠിക്കാതെ. അതിനുശേഷം നിങ്ങൾക്ക് തെറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് അത് തെറ്റിയെന്നുള്ളത് നോക്കിയതിനു ശേഷം വേറെ ഫ്രഷ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് എഴുതി പഠിക്കണം. എഴുതി പഠിക്കാതെ ഇന്ന് മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കാതെ ഒരു പരിപാടി നടക്കത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പഠിപ്പിച്ച ഇപ്പൊ നമ്പർ സിസ്റ്റം തീർത്തു. ഈ നമ്പർ സിസ്റ്റം ഇനി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നോക്കാതെ ഇരിക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു വീക്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ നോക്കുക. അപ്പൊ ആ ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ എങ്ങനെ ചെയ്യേണ്ട രീതി എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ കിടക്കും. അല്ലാതെ ഈ മാത്സിൽ വേറൊരു മെത്തേഡ് ഇല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ള. അല്ലാതെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എങ്ങനെ ഇത് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഇല്ല. അത് ആർക്കും പറ്റത്തില്ല. അപ്പൊ ക്വസ്റ്റ്യൻ പഠിക്കുക, അതുപോലെ തന്നെ ആൻസർ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡ് പഠിക്കുക. അങ്ങനെ 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 പഠിച്ചു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും കുറെ ക്വസ്റ്റ്യൻ. മെത്തേഡുകൾ ഇതൊക്കെയാണ്. അപ്പൊ ഈ മെത്തേഡുകൾ പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് 4 ഡിജിറ്റ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 12, 15, 18, 27. അപ്പൊ ഈ മൂന്നില് കോമൺ ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു നമ്പർ ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യണേന്ന് ഏതാണ് യൂസ് ചെയ്യുന്നത്? മൂന്നിലും കൂടെ ഒരുമിച്ച് നമ്മൾ എടുക്കാൻ വേണ്ടി ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? HCF ആണോ LCM ആണോ? മൂന്നിലത്തേക്കും കൂടെ കോമൺ ആയിട്ട് നമുക്ക് HCF അല്ല, HCF. HCF അല്ല. ഈ ലാർജസ്റ്റ് കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, എല്ലായിടത്തും അങ്ങനെ തന്നെ വരണമെന്നില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ 4 ഡിജിറ്റ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 12, 15, 18, 27. ഈ മൂന്നിലും ഡിവിസിബിൾ ആവുന്ന ലാർജസ്റ്റ് നമ്പർ ആണ് ചോദിച്ചിട്ടുള്ളത്, 4 ഡിജിറ്റ് നമ്പർ. അപ്പൊ ഈ 4 നമ്പർ ലാർജസ്റ്റ് നമ്പറാണ് HCF അല്ല എടുക്കേണ്ടത്. ഞാൻ അതല്ലേ പറഞ്ഞ, ഈ ലാർജസ്റ്റ് നമ്പറും ഗ്രേറ്റസ്റ്റ് നമ്പറും എല്ലായിടത്തും കറക്റ്റ് ആവണമെന്നില്ല. അപ്പോ അതിനുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അത് പറഞ്ഞു തരേണ്ട ഒരു രീതി, അതായത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും HCF ആണോ LCM ആണോ യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു രീതിയാണ് ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴത്തേക്കും ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ് എനിക്ക് ആൻസർ കിട്ടുന്നത്. അല്ലാതെ എനിക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അത് HCF ആണോ LCM ആണോ ചെയ്യേണ്ടതെന്ന് ആർക്കും അത് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതിനുള്ള ഒരു മെത്തേഡാണ് ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പല സോഴ്സിൽ നിന്ന് ഞാൻ നോക്കിയിട്ട് ഞാനത് എഴുതി വെക്കുകയാണ്. ഏതൊക്കെ രീതിയിൽ വന്നാൽ HCF ആണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ LCM ആണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ തന്നെ ഇത് ചിലത് ഞാൻ ചെയ്യുമ്പോൾ ആദ്യം ഞാൻ HCF-ലാണ് എടുത്ത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആൻസർ വരാത്തോണ്ട് ഞാൻ പിന്നെ LCM-ൽ നോക്കിയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ചില കേസുകളിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് നമ്പർ ഓഫ് 4 ഡിജിറ്റ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 12, 15, 18, 27. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, 4 നമ്പർ തന്നിട്ടുണ്ട്. എക്സാക്ട്ലി 4 നമ്പർ അല്ല, 3 നമ്പർ ആണെങ്കിലും എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ഈ മൂന്നിലത്തേക്കും കൂടെ വേണ്ടിയിട്ട് ഒരൊറ്റ നമ്പർ നമ്മൾ കണ്ടുപിടിക്കും. ഓരോന്ന് എടുത്തു വെച്ചിട്ട് നമുക്ക് എല്ലാ പ്രാവശ്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതിനാണല്ലോ HCF LCM കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ മൂന്നിലത്തേക്കും കൂടെ നാലിലത്തേക്കും കൂടെ വേണ്ടി കോമൺ ആയിട്ട് ഒരു നമ്പർ എടുക്കും. അപ്പോൾ കോമൺ ആയിട്ട് നമ്പർ എടുക്കാൻ വേണ്ടി നമ്മൾ LCM ആണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ 12, 15, 18, 27 LCM ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? ആരെങ്കിലും ഒന്ന് പറ. 540. ഓക്കെ, അപ്പൊ 540. അപ്പൊ 540 ആണ് LCM എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലാർജസ്റ്റ് നമ്പർ ഓഫ് 4 ഡിജിറ്റ്. ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എത്രയാ? 9999. ഓക്കെ, 4 ഡിജിറ്റ് നമ്പർ. ഇതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കിട്ടിയ നമ്പർ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് അല്ല, കുറയ്ക്കുക ചെയ്യണം. ഡിവൈഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിന്ന് 540 ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്രയാ കിട്ടുന്നത്? റിമൈൻഡർ എത്രയാ കിട്ടുന്നത്?
റിമൈൻഡർ 279. ഓക്കെ. അപ്പൊ 279 റിമൈൻഡർ കിട്ടി. അപ്പൊ അടുത്ത് എന്താ ചെയ്യണ്ടേ? അത് ആ ലാർജസ്റ്റ് നമ്പറിൽ നിന്ന് കുറയ്ക്കും. അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ലേ എങ്ങനെ വന്നേന്നുള്ളത്? ഈ രീതിയിൽ തന്നെ ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ചെയ്ത് പഠിപ്പിക്കുന്ന കാര്യം വീണ്ടും വീണ്ടും ഈ നോട്ടുകൾ നോക്കുക, അതുപോലെ തന്നെ പഠിക്കുക. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കിയാലേ നടക്കത്തുള്ളൂ. 279 കുറയ്ക്കുമ്പോ എത്ര കിട്ടുന്നത്? ഓപ്ഷൻ എ 7. ഓപ്ഷൻ എ. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഇന്ററാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗൂഗിൾ മീറ്റ് വഴി തന്നെ എടുത്തത്. മറ്റേ ലൈവ് ആണെങ്കിൽ നിങ്ങളൊന്നും സംസാരിക്കത്തില്ല, ജസ്റ്റ് ഞാൻ ആ നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഓക്കെ, ഇത് ഗൂഗിൾ മീറ്റ് റെക്കോർഡാണ് ക്ലാസ്. ഞാനിത് റെക്കോർഡ് ചെയ്യണുണ്ട്, ഞാൻ എടുത്തിട്ടിക്കാം. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് പറഞ്ഞെങ്കിൽ നോക്കാൻ വേണ്ടിട്ടേ ഓക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അടുത്ത് ഫൈൻഡ് ദി സ്മോളസ്റ്റ് നമ്പർ ഓഫ് 5 ഡിജിറ്റ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 16, 24, 36. 16ഉം 24ഉം 36ഉം 54ഉം കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട എന്താണ്? ഇതിന് 3 കൂടെ 4നും കൂടെ കോമൺ ആയിട്ട് എന്താ ചെയ്യണ്ടേ? LCM അല്ലേ? LCM എടുക്കുക. അപ്പൊ LCM എടുക്കുമ്പോ എത്ര കിട്ടുന്നത്? പെട്ടെന്ന് 432. ഓക്കെ, 432 നമുക്ക് LCM കിട്ടി. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യണ്ടേ? സ്മോളസ്റ്റ് നമ്പർ ഓഫ് 5 ഡിജിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ എന്താ? 10,000. 10,000. ഓക്കെ, ഇനി അടുത്ത് എന്താ ചെയ്യണ്ടേ? 432 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടുന്നത്? നിങ്ങളും കൂടെ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ആൻസർ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. ഓക്കെ, 64. 64. ഇനി അടുത്ത് എന്താ ചെയ്യണ്ടേ? ആഡ് ചെയ്യണ്ട അതും കൊണ്ട്. ഈ 10,000 നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? സാധാരണ കുറയ്ക്കല്ലേ ചെയ്യുന്ന ആദ്യം. ഓക്കെ, അപ്പൊ 64 കുറയ്ക്കുമ്പോ എത്ര കിട്ടുന്നത്? $9936 ആണ് കുറയ്ക്കുമ്പോ കിട്ടുന്നത് കേട്ടോ. അപ്പൊ അടുത്ത എന്താ ചെയ്യേണ്ടത്? 9936 പ്ലസ് 432. അത് ചെയ്യുമ്പോ എത്ര കിട്ടുന്നത്? 10398. 368. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയില്ലേ? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ അടുത്ത 8th ക്വസ്റ്റ്യൻ. 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് തന്നിരിക്കുന്ന മിക്സഡ് ഫ്രാക്ഷനിലാണ്. മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ കറക്റ്റ് ഫ്രാക്ഷനിലോട്ട് ആക്കണം. എങ്ങനെയാ ചെയ്യേണ്ടത്? ഇപ്പൊ 1 × 1/3 എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 3 × 1 ചെയ്യുക. 3 × 1 എത്ര? 3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 ആണ്. ഓക്കെ, അതെന്ന് പറയുന്നത് 4/3. അതുപോലെ ബാക്കിയെല്ലാം ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? അപ്പോ ചെയ്യുമ്പോ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ 4/3 കിട്ടും. അടുത്ത് രണ്ടാമത്തെ മാറി 9/4 ആവും. അതുപോലെ തന്നെ 3 × 6 3 × 2 6 6 + 1 7/2 ആവും. അതുപോലെ തന്നെ 5 × 4 20 + 1 21 ഡിവൈഡഡ് ബൈ 5 ആവും. അപ്പൊ ഇത്രയും നമ്പറാണ് നമുക്ക് കിട്ടിയത്.
അടുത്ത നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ഹോൾ നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത് വിച്ച് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ഈ നമ്പർ. ഓക്കെ, അപ്പോൾ എക്സാക്ട്ലി ഡിവിസിബിൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇതിന്റെ ആദ്യം നമ്മൾ ഈ 49721 ഇത് എടുക്കുക, LCM എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്ര LCM എടുക്കുക, ഇതിന്റെ 49721 LCM എടുക്കുക. LCM എന്ന് എടുത്തത് 49721 എന്റെ ആൻസർ പറയുക എത്രയാണെന്നുള്ളത്. ഒരു ഫോർമുല ഓർമ്മയുണ്ടോ ഞാൻ പഠിപ്പിച്ചത്? LCM is equal to LCM of numerator divided by denominator HCF of denominator. ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞ ഇമ്പോർട്ടന്റ് ഫോർമുല. ഹലോ, ഫ്രാക്ഷനിൽ വന്നാൽ സ്മോളസ്റ്റ് നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്കത് മൂന്നിലും കൂടെ ഇതാവുന്ന ഒരു നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ LCM എടുക്കും. അപ്പൊ LCM എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ LCM ഈക്വൽ ടു ഫ്രാക്ഷന്റെ ആണെങ്കിൽ LCM എന്ന് പറയുന്നത് LCM ഈസ് ഈക്വൽ ടു LCM ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ ആണ്. ഓക്കെ, ആ ഫോർമുല എല്ലാവരും ഓർത്ത് വെക്കുക. അപ്പൊ 49721 LCM ആണ് എടുക്കേണ്ടത്. അപ്പൊ LCM എടുക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 252. HCF ഓഫ് 3425 എത്ര? 1. എത്ര? 1. ഓക്കെ, അപ്പൊ ആൻസർ എത്രയാ? 252 തന്നെ. ഓക്കെ, എത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ഡിഫറൻസ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 1/9. രണ്ട് നമ്പറിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1/9 ഓഫ് ദെയർ സം ആണ്. ഓക്കെ, അപ്പോ ദെയർ സം ഈസ് 45 എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ സമ്മ് നമുക്ക് അറിഞ്ഞൂടാ രണ്ട് നമ്പർ. അപ്പൊ അതുകൊണ്ട് ആ രണ്ട് നമ്പറിനെ നമ്മൾ എക്സും വൈയും ആയിട്ട് എടുത്തു. അവർ പറഞ്ഞിട്ടുണ്ട് ദെയർ സം ഈസ് 45 ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ എഴുതുന്നത്? നമ്മൾ രണ്ട് നമ്പർ എടുത്തു, എക്സും വൈ എന്നുള്ളത്. അതിന്റെ സമ്മ് 45 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഇക്വേഷൻ ആയിട്ട് ഫോം ചെയ്യുമ്പോൾ എങ്ങനെ എഴുതും? A plus B is equal to 45. നമ്മളിവിടെ എക്സും വൈ അല്ലേ എടുത്തു, അതുകൊണ്ട് എക്സ് പ്ലസ് വൈ എടുക്കും. ഓക്കെ, X plus Y is equal to 45. ഓക്കെ, അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്പറിന്റെ ഡിഫറൻസ്, അതായത് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 1/9 ഓഫ് ദെയർ സം. സം എത്രയാ തന്നിട്ടുള്ളത്? 45. ഓഫ് എന്ന് കേട്ടാ മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. 45 ചെയ്യുമ്പോഴത്തേക്കും 5 ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 45, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5. രണ്ട് ഇക്വേഷൻ ഇങ്ങനെ വന്നാൽ, രണ്ട് ഓപ്പോസിറ്റ് സൈനിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നേരത്തെ നമ്മൾ ചെയ്ത ഓർമ്മ കേട്ടോ. രണ്ട് ഇക്വേഷൻ എലിമിനേറ്റ് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ രണ്ടിടത്തും സെയിം നമ്പേഴ്സ് തന്നെ. അപ്പൊ ഇവിടെയും എക്സ്, ഇവിടെയും എക്സ്, ഇവിടെയും വൈ, ഇവിടെയും വൈ, രണ്ടിലും ഡിഫറെന്റ് സൈൻ ആണ്. അപ്പൊ നമുക്ക് അപ്പം തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഈ വൈയും ക്യാൻസൽ ചെയ്ത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ സം ചെയ്യും. നേരത്തെ നമ്മൾ സബ്ട്രാക്ഷൻ ആണ് ചെയ്തത്, ഇവിടെ നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നേരത്തെ സബ്ട്രാക്ട് ചെയ്താലേ അവിടുന്ന് എമ്മും ക്യാൻസൽ ചെയ്ത് പോവുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി നെഗറ്റീവ് സൈൻ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി പോകും. ഇവിടെ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പൊ 2y ആവും. അപ്പൊ ഇക്വേഷന് ഒന്നും ചെയ്യാൻ പറ്റാതെയാവും. അപ്പൊ നമുക്കിത് എങ്ങനെയെങ്കിലും ഇത് ചെയ്ത് ഒറ്റ വേരിയബിളിലാക്കണം. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ പ്ലസ് തന്നെ ചെയ്യുന്നത്. പ്ലസ് ചെയ്യുമ്പോഴത്തേക്കും താഴെയും ഇവിടെ പ്ലസ് വൈ ആണ്, ഇവിടെ മൈനസ് വൈ ആണ്. രണ്ടും കൂടെ എലിമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ 0 ആവും. പിന്നെ ഇവിടെ രണ്ടും കൂടെ അഡീഷൻ ആയതുകൊണ്ട് തന്നെ എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് എത്രയാ? 2x എന്ന് പറയുന്നത് എത്രയാ? 45 പ്ലസ് 5, അതായത് 50. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എത്രയാ? 50 ഡിവൈഡഡ് ബൈ 2 എത്രയാ? 25. ഓക്കെ, അപ്പൊ എക്സ് നമുക്ക് 25 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സിനെ എടുത്ത് ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എടുത്തിട്ട് കൊടുത്താൽ മതി. എക്സ് 25 ആയതുകൊണ്ട് തന്നെ 25
പ്ലസ് വൈ എന്ന് പറയുന്നത് 45 ആണ്. ഓക്കെ, ഇവിടെ അറിയാലോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 45. ഇവിടെ എക്സ് നമ്മൾ കണ്ടുപിടിച്ചു 25 എന്നുള്ള, ആ 25 നമ്മൾ ഇവിടെ എഴുതി. അടുത്ത വൈ എന്ന് പറയുന്നത് എത്രയാ? 45 മൈനസ് 25. 45 മൈനസ് 25 എത്ര? 20. ഓക്കെ, ആൻസർ കിട്ടി. ഇത്രേ ഉള്ളൂ. അപ്പോ ഇതില് നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്തുവാ? ഇതിന്റെ LCM എടുക്കുക, രണ്ട് നമ്പറിന്റെ LCM എടുക്കുക. അതായത് 25ന്റെയും 20ന്റെയും നമുക്ക് LCM എടുക്കണം. ഓക്കെ, രണ്ടിന്റെയും കൂടെ LCM എടുത്തേ. 25 20ന്റെ LCM എടുത്തേ. കാരണം വെച്ചാൽ നമുക്ക് നമ്പർ ഓഫ് പെയർസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പെയർസ് ഓഫ് സച്ച് നമ്പർ സാറ്റിസ്ഫൈങ് ദി എബോവ് കണ്ടീഷൻ. രണ്ടിന്റെയും കൂടെ LCM എടുത്താൽ എത്ര കിട്ടും? 100. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. അപ്പൊ മെത്തേഡുകൾ പഠിച്ചു വെക്കുക, ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ രീതി മാത്രം പഠിച്ചു വെക്കുക, അതിനുശേഷം അതിന്റെ ആൻസർ ചെയ്യേണ്ട മെത്തേഡ്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇത് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ എഴുതി ആൻസർ ചെയ്യണം. അങ്ങനെ 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 ചെയ്ത് വരുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ ആ പറഞ്ഞ ട്രിക്ക് എനിക്ക് കുറച്ച് നന്നായിട്ടൊന്ന് ഇത് ചെയ്തതിന് ശേഷം പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അവസാനം അവിടെ ചെന്ന് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ രീതിയിലായില്ലെങ്കിൽ അത് ശരിയാവത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് നന്നായിട്ട് ഇത് ചെയ്തതിന് ശേഷം മാത്രമേ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ HCF യൂസ് ചെയ്യണം, LCM യൂസ് ചെയ്യണം എന്ന് പറയാൻ പറ്റുള്ളൂ. വേർഡ് പ്രോബ്ലംസ് എന്ന് പറയുന്നതിന്, ഈ വേർഡ് പ്രോബ്ലംസ് ചെയ്യാൻ ഗ്രേറ്റസ്റ്റ് യൂസ്, അതായത് യഥാർത്ഥത്തില് ഈ ഒരു മെത്തേഡ് വേണം. അതായത് സെറ്റ്, അതായത് ഇപ്പൊ ഒരു രണ്ട് ഇത് തന്നിട്ട് അതിൽ നിന്ന് ഒരു സെറ്റ് ഉണ്ടാക്കാം. അതായത് അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ HCF യൂസ് ചെയ്യും. അപ്പൊ അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദി സം ഓഫ് ടു നമ്പേഴ്സ്. ഓക്കെ, ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 528. രണ്ട് നമ്പറിന്റെ സം എന്ന് പറയുന്നത് 528 ആണ്. ഓക്കെ, ആൻഡ് ദർ HCF ഈസ് 33. HCF എങ്ങനെയാണ് വരുന്നത്? HCFന് വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഇപ്പോ എന്താ പറയാ, അല്ലെങ്കിൽ വിടും, ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ദി സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 528. രണ്ട് നമ്പറിന്റെ സം എന്ന് പറയുന്നത് 528 ആണ്. അതിന്റെ അവർ തമ്മിലുള്ള HCF എന്ന് പറയുന്നത് 33 ആണ്. ഓക്കെ, ദ നമ്പർ ഓഫ് പെയർസ് ഓഫ് സച്ച് നമ്പർ സാറ്റിസ്ഫൈങ് ദി എബോവ് കണ്ടീഷൻ. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? രണ്ട് നമ്പർ എടുത്ത്, ആ രണ്ട് നമ്പർ നമ്മൾക്ക് അറിയില്ലല്ലോ. അപ്പോ ഇവിടെ HCF തന്നിട്ടുണ്ട്, രണ്ടിലും കൂടെ കോമൺ ആയിട്ടുള്ള നമ്പറാണ് HCF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ HCF എന്ന് പറയുന്നത് 33 ആണ്. അപ്പൊ ആ നമ്പർ എന്ന് പറയുന്നത്, അതായത് ഇപ്പോ 45 ആണെങ്കിൽ, എക്സാമ്പിൾ ആണ്, 45 ഇൻറ്റു സംതിങ് നമ്പർ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഫൈനൽ നമ്പർ കിട്ടുന്നത്. അതായത് നമുക്കിവിടെ HCF കിട്ടി, ഈ HCFന്റെ കൂടെ ബാക്കി വന്നിരിക്കുന്ന നമ്പർ 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു അവസാനം കോമൺ ആയിട്ട് രണ്ടിലും കൂടെ വന്ന 33 മാത്രമാണ്. അപ്പൊ 33 ഇൻറ്റു സംതിങ്, ഇവിടെ ഉള്ള ബാക്കി എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 2 ഇൻറ്റു 3 ഇൻറ്റു സംതിങ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ 33 7 നമുക്ക് എഴുതിക്കൂടെ? മനസ്സിലായോ? മനസ്സിലായില്ലേ? പറയാം, ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ നമ്മളിപ്പോ സാധാരണ HCF എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഒരു നമ്പർ ഇപ്പോ 45 ആണെങ്കിൽ 2 ഇൻറ്റു 3 ഇൻറ്റു, കറക്റ്റ് അല്ല, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയണേ, ഇൻറ്റു ഇവിടെ 3 വന്നെന്ന് വിചാരിച്ചു, 3 ഇൻറ്റു 5 വന്നെന്ന് വിചാരിച്ചോ. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ 36ന്റെ ആണെങ്കിൽ 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 ആക്കി. ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതാ? അതല്ലേ HCF. അപ്പൊ ഈ രണ്ടിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതാണ്? 5. ഓക്കെ, അപ്പൊ 5. അപ്പൊ ആ ഒരു നമ്പർ ഇപ്പൊ ഇവിടെ 5 ഉണ്ട്, അതിന്റെ കൂടെ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ തന്നിരിക്കുന്ന, അതായത് ഞാൻ ഇവിടെ 33A എന്ന് എടുത്തു,
അപ്പോൾ ഈ 33 എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതാണ്. പിന്നെ ഇവിടെ വേറെ ഏതൊക്കെയോ നമ്പർ ഉണ്ട്, അതിന്റെ എല്ലാത്തിന്റെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതാണ് ഇവിടെ എ ആയിട്ട് എടുത്തത്. ഓക്കെ, അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ അല്ലേ, ഈ തന്നിരിക്കുന്ന നമ്പർ 45 ആണ്. ഇവിടെ ആ നമ്പർ നമുക്ക് അറിയത്തില്ല. പക്ഷെ ഈ 45 എന്ന് പറയുന്നത് എന്താണ്? ഈ തന്നിരിക്കുന്ന HCF ഇൻറ്റു വേറെ കുറെ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ. അതാണ് നമ്മൾ ഇവിടെ 33A എന്ന് എടുത്തത്. ഓക്കെ, മനസ്സിലായോ? ഹലോ, ഹലോ, അതൊന്നുകൂടി പറയോ? പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതാ? HCF 5. ഇവിടെ 5 എന്ന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാ. അതേപോലെ ഇവിടെ HCF എന്ന് ഇവിടെ തന്നിട്ടുള്ള എത്രയാണ്? 33. ഓക്കെ, ഈ തന്നിരിക്കുന്ന നമ്പർ ഈ 33 ഇൻറ്റു സംതിങ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ആ നമ്പർ വരുന്നത്. ഓക്കെ, ഇപ്പൊ 45 ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന HCF, അതായത് ഈ 5 ഇൻറ്റു ഈ 5 നിങ്ങൾ കട്ട് ചെയ്ത് കളാം. ഓക്കെ, ഈ 5 നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 3 ഇൻറ്റു 2 6, 6 ഇൻറ്റു 3 18. ഓക്കെ, ഈ 18 ഇൻറ്റു 5 ചെയ്യുമ്പോൾ അല്ലേ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടേണ്ടത്. ഇത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്, കറക്റ്റ് ആൻസർ ഒന്നും അല്ല. ഓക്കെ, അപ്പോൾ ഈ നമ്പർ കിട്ടണമെങ്കിൽ ഈ HCF ഇൻറ്റു ഈ നമ്പേഴ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ HCFന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലേ ഈ ഒരു ആൻസർ കിട്ടേണ്ടത്. അതുപോലെ തന്നെ ഇവിടെയും 5 ഉണ്ട്. ഈ 5 ഇൻറ്റു വേറെ കുറെ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഈ 5ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടണം, 36 കിട്ടണം. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലാണ് ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. അപ്പൊ 33 ഇൻറ്റു A. ഓക്കെ, സം ഓഫ് ടു നമ്പർ ഈസ് 528 ആൻഡ് their HCF ഈസ് 33. സം ഓഫ് ടു നമ്പേഴ്സ്, അപ്പൊ 33A യും എടുത്ത് 33B യും എടുത്ത്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന HCF എന്ന് പറഞ്ഞാൽ 33. പിന്നെ വേറെ ഏതൊക്കെയോ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അതിന് എല്ലാത്തും കൂടെയാണ് നമ്മൾ A ആയിട്ട് എടുത്തത്. അതുപോലെ തന്നെ വേറൊരു നമ്പറിന്റെ 33 കോമൺ ആണ്. പിന്നെ B എന്ന് പറയുന്ന വേറെ കുറെ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഓക്കെ, ഇത് രണ്ടിന്റെയും കൂടെ സം എന്ന് പറയുന്നത് എത്രയാ? ഇവിടെ തന്നിട്ടുണ്ട്, സം ഓഫ് ടു നമ്പേഴ്സ്. ഓക്കെ, 528 ആണ് സം എന്ന് അറിയാം. അപ്പൊ ഇവിടെ മനസ്സിലായല്ലോ, HCF നമുക്ക് 33 തന്നിട്ടുണ്ട്. ഇപ്പൊ HCF ആരാ ഇപ്പൊ വന്നിട്ട് HCF തന്നിട്ടുണ്ട്. ഈ HCFന്റെ കൂടെ വേറെ കുറെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു നമ്പർ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ 33ന്റെ കൂടെ വേറെ കുറെ നമ്പർ ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത നമ്പറും കിട്ടും. അതാണ് ഈ 33A പ്ലസ് 33B എടുത്തത്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ സം എന്ന് പറയുന്നത് 528 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇനി അടുത്ത് നമുക്ക് ഇതിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഈ 33A പ്ലസ് 33B ഈക്വൽ ടു 528 നിന്ന് നമുക്ക് ഈ 33 കോമൺ എടുത്തൂടെ പുറത്ത്? ബാക്കി A പ്ലസ് B അകത്ത് വരത്തില്ലേ? ഇങ്ങനെ എഴുതിക്കൂടെ? ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതും. അപ്പൊ A പ്ലസ് B എന്ന് പറയുന്നത് എന്താണ്? 528 ഡിവൈഡഡ് ബൈ 33. കാരണം ഈ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് താഴെ വന്നപ്പോൾ ഡിവിഷൻ ആയി. ഇത് ചെയ്യുമ്പോ എത്ര കിട്ടുന്നത്? ചെയ്യൂ ആരെങ്കിലൊക്കെ ചെയ്യൂ. 16 അല്ലേ? 16 അല്ലേ? 528 divided by 33, 16. ഓക്കെ, 16. ഓക്കെ, A പ്ലസ് B എന്ന് പറയുന്നത് 16 കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പേഴ്സ്, ദി നമ്പർ ഓഫ് പേഴ്സ് ഓഫ് സച്ച് നമ്പർ. ഓക്കെ, നമ്പർ ഓഫ് പേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.
ഇതില് ജസ്റ്റ് നമുക്ക് ഒരു മിനിറ്റ് ഓപ്ഷൻ തെറ്റുണ്ട്. പത്താം ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, അപ്പോ കോപ്രൈം നമ്പേഴ്സ് എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ കോപ്രൈം നമ്പേഴ്സ് എന്താണെന്നുള്ളത്. എവിടെയുണ്ട് മെറ്റീരിയൽ? എവിടെ? Okay, if the only positive integer that divides both of them by 1, example 13, 14 are co-prime, being commonly divisible by 1, while 22 and 24 are not co-prime, because both divisible by 2. ഈ മെറ്റീരിയൽ നോക്കണതിന് ഞാൻ നിങ്ങളുടെ അടുത്ത് സ്ക്രീന് കാണാമല്ലോ നിങ്ങൾക്ക്? ഓക്കെ, പവർ പോയിന്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടാണ് ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത്. കോപ്രൈം നമ്പർ ഇഫ് ഓൺലി പോസിറ്റീവ് ഇന്റിജർ, അതായത് ഫാക്ടേഴ്സ് ദാറ്റ് ഡിവൈഡ്സ് ബോത്ത് ഓഫ് ദം ഈസ് 1, രണ്ടിനെ ഡിവൈഡ് ചെയ്യുന്ന 1. ഓക്കെ, 13 and 14 are co-prime, being commonly divisible by only 1 by 1, while 22 and, അതായത് ഈ ഇപ്പൊ 13 ആണെങ്കിലും 14 കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ നമ്പർ എന്ന് പറഞ്ഞാൽ 1 മാത്രമാണ്. ഓക്കെ, ഈ 13 14 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ട് പറ്റുന്ന ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അല്ലാതെ ഇപ്പൊ 2 കൊണ്ട് 13 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ തന്നെ 14 മാത്രമേ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കോപ്രൈം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. രണ്ടിലും ഇപ്പൊ രണ്ട് നമ്പേഴ്സ് കോ എന്ന് പറഞ്ഞാൽ 2, അപ്പൊ രണ്ടിലും കൂടെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ നമ്പർ. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മള് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കോപ്രൈം നമ്പേഴ്സ് വിത്ത് സമ്മ് നമ്മൾ കണ്ടുപിടിക്കണം. 16 സമ്മ് വരുന്നത് ഇവിടെ നമുക്ക് ആൻസർ 16 വന്നല്ലോ. ഈ 16 ആൻസർ വരണമെങ്കിൽ കോപ്രൈം നമ്പേഴ്സ് ഏതൊക്കെ എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ 16 കോപ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പർ വിച്ച് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ സെയിം നമ്പർ, രണ്ടിലും കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ നമ്പർ ആയിരിക്കണം. അല്ലാതെ ഇപ്പൊ ആദ്യത്തേല് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, രണ്ടാമത്തേൽ 2 കൊണ്ട്, അങ്ങനെയല്ല, രണ്ടിലും സെയിം ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് നോക്കണം. 16 അങ്ങനെ സം ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 1 ഉം 15 വരത്തില്ലയോ? 15 + 1 16 അല്ലേ? അതുപോലെ തന്നെ 3 + 13 എത്രയാ? 3 + 13 എത്രയാ? 16 അല്ലേ? 16. ഓക്കെ, അതുപോലെ തന്നെ 5,11 എത്രയാ? 16. അതുപോലെ തന്നെ 7,9 എത്രയാ? 16. അപ്പൊ ഇനി ഇതിൽ കൂടുതൽ അങ്ങോട്ട് പോകില്ല. നമ്മളപ്പോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 1 തൊട്ട് തുടങ്ങുക. 1, ബാക്കി എത്രയുണ്ട്? 15 കൂടെ ചെയ്താലേ 16 ആവുള്ളൂ. അടുത്ത നമ്മൾ 2 ചെയ്ത് കഴിഞ്ഞാൽ 2 + 4 14 ആണ്. പക്ഷെ 2ഉം 14ഉം വന്നിട്ട് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ 1 കൊണ്ട് ഡിവിസിബിൾ ആണ്. നമുക്ക് ഒറ്റ നമ്പർ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ 2ല് പോകത്തില്ല. അപ്പൊ 3 നോക്കണമെങ്കിൽ 3ഉം 13ഉം എടുത്തു കഴിഞ്ഞാൽ 3ഉം 13 കോമൺ ആയിട്ട് ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ 1 മാത്രമാണ്, വേറെ നമ്പേഴ്സ് കൊണ്ടൊന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 3ഉം 13. അടുത്ത 5ന്റെ നോക്കണമെങ്കിൽ 4ന്റെ നോക്കണമെങ്കിലും പറ്റില്ല. 4ന്റെ നോക്കണമെങ്കിൽ നമുക്ക് എത്ര വരും? 12 + 14 ആണ്. അപ്പൊ അത് 4 കൊണ്ട് ഡിവൈഡ് ആവും, 2 കൊണ്ട് ഡിവൈഡ് ആവും. നമുക്ക് 1 കൊണ്ട് മാത്രമേ ഡിവൈഡ് ആവൂ. അപ്പൊ 5,11 എടുക്കുമ്പോൾ 5നെ 1 കൊണ്ട് ഡിവൈഡ് ആവും. അതുപോലെ തന്നെ 11നെ 1 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ 7 ഉം 9. അപ്പൊ അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ 1 2 3 4. ആൻസർ ഡി, ഓപ്ഷൻ ഡി ആണ് ആൻസർ. കിട്ടിയോ? ഐഡിയ കിട്ടിയോ?
കോപ്രൈം എന്താണെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായി ഇവിടെ മനസ്സിലായി. നമുക്ക് പേയേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ HCF ഓഫ് 9/10, 12/25, 18/35 ആൻഡ് 21/40. HCF കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യാ? ഫ്രാക്ഷനിലുള്ള ഫോർമുല HCF of numerator divided by LCM of denominator. ഓക്കെ. അപ്പൊ ആരെങ്കിലും ചെയ്യും, എല്ലാരും ചെയ്യും. HCF എന്ന് പറയുന്നത് HCF ഓഫ് 9, 12, 18, 21 divided by LCM of 10, 25, 35. HCF എത്ര കിട്ടി? 3. ഉം? 3. ഓക്കെ. LCM എത്ര? 1400. 1400. ഓക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് സി. ഇത്രേ ഉള്ളൂ. അപ്പൊ വേർഡ് പ്രോബ്ലംസ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ സിമ്പിൾ ആണ് ചെയ്യാൻ. വേർഡ് പ്രോബ്ലംസ് വരുമ്പോൾ HCF എവിടെ യൂസ് ചെയ്യണം, LCM എവിടെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം, ഇത്രയും കാര്യമാണ് നോക്കേണ്ടത്. അപ്പൊ ഈ ക്വസ്റ്റ്യനുകളെല്ലാം പഠിച്ചു വെക്കുക. അടുത്ത LCMന്റെ കേസ്, LCM ഓഫ് 2, 3, 4, 9, HCF ഓഫ് 3, 5, 7, 13. അതെന്ന് പറയുന്നത് എത്രയാ? LCM എത്ര കിട്ടും? 36. ഓക്കെ. അടുത്ത HCF 1. 36 divided by 1. 36 divided by 1. ഓക്കെ. 36 divided by 1 എന്ന് പറഞ്ഞാൽ 36 തന്നെയാണ്. ഓക്കെ. ആൻസർ 36. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? The LCM of 5, 8, 12, 20 will not be multiple of. അപ്പൊ ആദ്യം LCM കണ്ടുപിടിക്കുക. LCM of 5, 8, 12, 20 കണ്ടുപിടിക്കുക. LCM എത്ര വരുന്നത്? Okay, 120. ഓക്കെ. 120. 120 LCM വന്നതിന് ശേഷം വിൽ നോട്ട് ബി എ മൾട്ടിപ്പിൾ ഓഫ്. അതെങ്ങനെ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് നോക്കുക. 120 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു നമ്പർ എക്സാക്ട്ലി ഡിവിസിബിൾ ആണെങ്കിൽ അത് അതിന്റെ മൾട്ടിപ്പിൾ ആണ്. അതറിയാലോ. 120 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടുന്നത്? 40. ഓക്കെ. അതുപോലെ തന്നെ 9 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? അപ്പൊ എക്സാക്ട്ലി ഡിവിസിബിൾ ആണോ? അല്ലല്ല. അപ്പൊ അതാണ് ആൻസർ. 8 കൊണ്ട് ചെയ്ത് നോക്കിയേ.
45 വന്നില്ല. 15 വന്നില്ലേ? $120 divided by 18 15 അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ 5 കൊണ്ട് ചെയ്യുമ്പോഴും എക്സാക്ട്ലി ഡിവിസിബിൾ ആണ്. അപ്പൊ 9 മാത്രമാണ് എക്സാക്ട്ലി ഡിവിസിബിൾ അല്ലാത്ത. അപ്പോൾ LCM ഓഫ് 5, 8, 12, 20 എന്ന് പറയുന്ന 120 വിൽ നോട്ട് ബി എ മൾട്ടിപ്പിൾ ഓഫ് 9. കാരണം വെച്ചാൽ 3ന്റെ മൾട്ടിപ്പിൾ ആണ്, 8ന്റെ മൾട്ടിപ്പിൾ ആണ്, 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി LCM ഓഫ് 2.5, 1.2, 20 അതുപോലെ തന്നെ 7.5. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ പോയിന്റ് എല്ലാം മറക്കുക. നിങ്ങൾ പോയിന്റ് ഒന്നും നോക്കണ്ട. 2.5 ആണ്. ഓക്കെ, 2.0. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഈ പോയിന്റ് എല്ലാം മറക്കുക. ആദ്യം LCM ഓഫ് 25, 12, 20 എന്ന് പറഞ്ഞാൽ എത്രയാ? അല്ല, 20 നമ്മൾ നോക്കുക. 20 എന്ന് അങ്ങനെ ഇരിക്കണം. 20. ഓക്കെ 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 75. ഇവിടെ ഒരു ഇതുണ്ട്, മിസ്റ്റേക്ക് ഉണ്ട്. 20 എന്ന് ഇവിടെ തന്നിട്ടുണ്ടല്ലോ. നമുക്കിവിടെ എല്ലാ ഡെസിമലിലില്ലേ? അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ മാത്രം ഡെസിമൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു ഡോട്ട് 0 ഇട്ട് കൊടുക്കുക. അങ്ങനെ വന്നാൽ ആൻസർ ഇത് തന്നെ ആയിരിക്കും, 20 തന്നെ ആയിരിക്കും. പക്ഷെ അതിൻ്റെ കൂടെ നമ്മളൊരു 0 കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഡോട്ട് ഇതിൽ മാറ്റുമ്പോഴത്തേക്കും ഇതിൽ നമ്മൾ ആ ഡോട്ട് മാറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് 200 ആവും. മനസ്സിലായോ? മനസ്സിലായോ? അതിനെ 10 കൊണ്ട് കുതിക്കുമ്പോഴത്തേക്കല്ലേ ഇവിടെ ഡെസിമലിലല്ല കിടക്കുന്നത്. ഡെസിമലിലല്ല കിടക്കത്തോണ്ട് തന്നെ നമ്മളിവിടെ 2.5, 1.2, ഈ 20, 7.5 ഇതിനെന്റെ എല്ലാത്തിന്റെയും നമുക്ക് LCM എടുക്കാൻ വേണ്ടിയിട്ട് ഡെസിമൽ നമ്മൾ മാറ്റും. പക്ഷെ ഇവിടെ ഡെസിമൽ ഇല്ലാത്തോണ്ട് തന്നെ നമുക്കൊരു ഡോട്ട് 0 കൊടുക്കാം. അത് തന്നെ. അപ്പൊ ഈ ഡെസിമലിലുള്ള മാറ്റാൻ വേണ്ടി അത് ഈ 2.5ന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 25 കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 20നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 200 തന്നെ. ഓക്കെ, പക്ഷെ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആൻസറും ഡെസിമലിലായിരിക്കണ്ടേ? അല്ല, എന്നിട്ട് അതിന് കിട്ടുന്ന ആൻസറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 0.1 ചെയ്താൽ മതി. ഇപ്പൊ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ ആൻസറില്. എടാ, ഇപ്പൊ ഫസ്റ്റ് LCM ഓഫ് 2.5, 1.2, 20.0 അതുപോലെ തന്നെ 7.5 ചെയ്തു. ഓക്കെ, നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിന്റെ LCM കണ്ടുപിടിക്കണം. LCM കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡെസിമലിൽ വെച്ചിരുന്നാൽ നമുക്ക് ആ LCM കണ്ടുപിടിക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഡെസിമൽ മാറ്റി ഇൻറ്റു 10 ചെയ്തെന്ന് വിചാരിച്ചോ. ഇൻറ്റു 10 ചെയ്യുമ്പോഴത്തേക്കും എത്രയാവും? 25 ആവും. അതുപോലെ തന്നെ 1.2 അതുപോലെ തന്നെ 275 ആവും. ഓക്കെ, അപ്പൊ ഇനി LCM കണ്ടുപിടിച്ചേ. അതിന്റെ 600 കിട്ടും. 600 കിട്ടും. അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതിയല്ലോ. അപ്പൊ ഇത് 60 കിട്ടും. ചെയ്യാം, ഇല്ലെങ്കിൽ 0.1 ചെയ്യാം. ഇത് ഏത് വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ എത്ര 60 കിട്ടും. ആൻസർ 60 ആണ്. മനസ്സിലായോ? മനസ്സിലായി. അടുത്ത് 15ാമത്തെ ക്വസ്റ്റ്യൻ. The LCM of two number is 48. രണ്ട് നമ്പറിന്റെ LCM എന്ന് പറയുന്നത് 48 ആണ്. ഓക്കെ, അതുപോലെ തന്നെ the numbers are in the ratio 2:3 ആണ്. അപ്പൊ ഈ ഈസ്റ്റ് വന്ന് നമ്മൾ എപ്പോഴും അറിയാലോ, എക്സും കൂടെ അതിന്റെ കൂടെ എടുക്കും. 2x, 3x. ഓക്കെ, അതറിയാലോ. റേഷ്യോയിൽ വന്നാൽ നമ്മൾ എക്സ് എടുക്കുന്ന കാര്യം. ഈ റേഷ്യോയിൽ വരുന്ന എല്ലാ കേസിലും നമ്മൾ എക്സ് ആയിട്ട് എടുക്കും. ഈ അതായത് 2 into സംതിങ്, അതുപോലെ തന്നെ 3 into സംതിങ് ആണ്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. ഈ റേഷ്യോ എവിടെ വന്നാലും ആ തന്നിരിക്കുന്ന നമ്പറിനെ നമുക്ക് എക്സ് ആയിട്ട് എഴുതാൻ പറ്റും. 2 into x എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതില് ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ LCM ഓഫ് ഇവിടെ തന്നിട്ടുള്ളത് LCM ഓഫ് 2 number is 42. രണ്ട് നമ്പറിന്റെ LCM എന്ന് പറയുന്നത് 42 ആണ്.
LCM of two number is 42. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ let the numbers are 2x and 3x. അപ്പോൾ ഇവിടെ 2:3 ആണ്. അപ്പോൾ 2:3 നമുക്ക് 2x എന്ന് എഴുതാം, അതുപോലെ തന്നെ 3x എന്ന് എഴുതാം. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത് നമുക്ക് ഈ 6x എന്ന് പറയുന്നത്, ഓക്കെ, ഇത് രണ്ടിന്റെയും കൂടെ LCM, അതായത് 2xന്റെയും 3xന്റെയും കൂടെ ഒരുമിച്ചെടുക്കുമ്പോൾ മനസ്സിലായോ? LCM എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 48 എന്നുള്ളത്. ഓക്കെ, ഇതിന്റെ LCM എങ്ങനെ എടുക്കുക? ഇതിന്റെ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ഈ നമ്പർ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x² ആവും. അതായത് 6x എന്ന് പറയുന്നത് 48 ആണ്. അതിൽ നിന്ന് നമുക്ക് x കിട്ടും. x അപ്പൊ എത്ര കിട്ടുന്നത്? 8 കിട്ടും. മനസ്സിലായോ? LCM ഇവിടെ 48 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ LCM എന്ന് പറയുന്നത് ഈ രണ്ട് നമ്പറിന്റെയും, അതായത് ഇപ്പൊ LCM നമ്മൾ എങ്ങനെ എടുക്കുക? 2ഉം 3ഉം 2ഉം 3ഉം എടുക്കുമ്പോഴത്തേക്കും 1,3 ആയി, പിന്നെ ഇവിടെ 3 ആയി, 1ഉം 1 ആയി. അപ്പൊ LCM എത്രയാ? 3 × 2 6 ആണ്. ഓക്കെ, ഈ 6 അതുപോലെ തന്നെ ഈ 2:3 പകരം നമ്മൾ 2x 3x ആയിട്ട് എടുത്തു. ഈ മൾട്ടിപ്ലിക്കേഷൻ ഞാൻ ഇവിടെ പറഞ്ഞ അങ്ങ് വായിച്ചാ, അത് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, 2x 3x ആയിട്ട് എടുത്തു. അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ LCM എടുക്കുമ്പോഴത്തേക്കും ഇത് രണ്ടിന്റെ LCM എന്ന് പറഞ്ഞാൽ 6 ആണ്. 2ന്റെയും 3ന്റെയും LCM 6. അതുപോലെ തന്നെ ഈ x അതേപോലെ എഴുതുക. പിന്നെ ഇതിന്റെ LCM എന്ന് പറയുന്നത് 48 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് x കണ്ടുപിടിക്കാം. x എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോ ഈ LCM, അതായത് ഈ 6x നമുക്ക് കിട്ടിയല്ലോ. 6 × ഈ 8 എത്രയാ കിട്ടുന്നത്? 48. അത് തന്നെയല്ലോ നമുക്ക് LCM കിട്ടിയത്. 6 × 8 ചെയ്യുമ്പോൾ നമുക്ക് 48 തന്നെ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അത് തന്നെയാണ് LCM. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദി സം ഓഫ് ദി നമ്പേഴ്സ്. അപ്പൊ ഇവിടെ നമ്പേഴ്സ് ഏതൊക്കെ? 2x 3x ആണ്. ഇതിന്റെ സമ്മാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ 2x + 3x എന്ന് പറഞ്ഞാൽ 5x ആണ്. x നമുക്കറിയാം 8 എന്നുള്ളത്. 5 × 8 എത്രയാ? 40. മനസ്സിലായോ? രണ്ട് നമ്പറിന്റെ LCM of two number is 48. അപ്പോൾ ആ നമ്പേഴ്സ് നമുക്ക് ഏതൊന്നും തന്നിട്ടില്ല, റേഷ്യോ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. റേഷ്യോ തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ 2x 3x ആയിട്ട് എടുത്തു. ഓക്കെ, അതിന്റെ നമ്പറിന്റെ സമ്മ്, അതായത് 2x + 3x എന്ന് പറയുന്നത് 5x ആണെന്ന് നമുക്കറിയാം. ഇത്രയും നമുക്ക് തന്നിട്ടുള്ളതിന്, ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതിന്. ഓക്കെ, അടുത്ത് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 6x, അതായത് LCM നമുക്ക് തന്നിട്ടുണ്ട് 48 എന്നുള്ള. ഓക്കെ, LCM 48 എന്ന് തന്നിട്ടുണ്ട്. ഈ LCM ഈ രണ്ട് നമ്പറിന്റെ LCM-ന് ഈക്വൽ ആണ്. ഓക്കെ, 3ഉം 2ന്റെ LCM-ന് ഈക്വൽ ആണ്. അപ്പൊ 3 × 2 എന്ന് പറയുന്നത് 6 ആണ്. അതായത് ഇവിടെ നിന്ന് LCM നമ്മൾ എടുത്തപ്പം 6 കിട്ടി. 6 × സംതിങ് നമ്പർ. ഓക്കെ, ഏതോ ഒരു നമ്പർ ഉണ്ട്, അത് 48 ആണ്. അത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. LCM എന്ന് പറഞ്ഞാൽ 48 എന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 48 എന്നുള്ളത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ LCM എന്ന് പറയുന്നത് 6x ആണ്. ഇവിടെ x ഉണ്ട്, ഇവിടെ x ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ x വേണം. അപ്പൊ x എന്ന് പറയുന്നത് 8 ആയിട്ട് കിട്ടി. അപ്പൊ 6x = 48 എന്ന് നമുക്കറിയാം. അപ്പൊ 6 × x എന്ന് പറയുന്നത് അപ്പൊ എത്രയാ? 8. 6 × 8 എത്രയാ? 48 തന്നെയാ. ഓക്കെ, അപ്പോ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് നമ്പറിന്റെയും കൂടെ സമ്മാണ്. ഓക്കെ, 2x + 3x ആണ് ആ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ 2x + 3x എത്രയാ? 5x. 5x എന്ന് പറയുന്നത് 5 × 8 ആണ്. അത് എത്രയാ? 40. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ നമ്മള് 16ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാണ്. ഇതിപ്പോ എത്ര നേരമായി ക്ലാസ് തുടങ്ങിയിട്ട്? ഒരു മണിക്കൂർ കഴിഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 17 ക്വസ്റ്റ്യൻ അല്ല 34 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 മണിക്കൂർ സ്പ്ലിറ്റ് ചെയ്തത്. അപ്പോ ഇവിടെ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ LCM of two number is a + b.
LCM A plus B എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ HCF എന്ന് പറഞ്ഞാൽ P into A minus P. HCF-ഉം LCM-ഉം തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മറ്റൊരു ഫോർമുല ഉണ്ടല്ലോ, പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? പ്രോഡക്റ്റ് ഓഫ് HCF into LCM. അപ്പൊ A plus B into P of A minus B. ഓക്കെ, അപ്പോ A plus B into P of A minus B എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ആണ്. അപ്പൊ ഇതിന് പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സിൽ ഇഫ് വൺ ഓഫ് ദി നമ്പർ ഈസ് P എന്ന് തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ മറ്റേ നമ്പർ എത്ര അത് നമുക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എക്സൈറ്റ് എടുത്തു. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് HCF LCM of two numbers is A plus B and their HCF. LCM A plus B യും HCF P of A minus B എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പം ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ആണ്. അതിൽ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ ഈ P തന്നെയാണ്, ഇൻറ്റു ഏതോ ഒരു നമ്പർ, അത് നമുക്ക് അറിയത്തില്ല. അപ്പൊ ആ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. ആ നമ്പർ അപ്പം അവിടെ തന്നെ വെച്ചിട്ട് ഈ P താഴോട്ട് കൊണ്ടുവരിക. ഈ P താഴോട്ട് വരുമ്പോൾ ഡിവിഷനിലോട്ടല്ലേ പോകുന്നത്, മൾട്ടിപ്ലിക്കേഷൻ താഴെ വരുമ്പോൾ ഡിവിഷൻ ആവും. ആ Pയും ഈ Pയും ക്യാൻസൽ ആവും. ബാക്കി A plus B into A minus B. A plus B into A minus B എന്താണ്? A square minus B square. അത്രേ ഉള്ളൂ. A square minus B square. അത്രേ ഉള്ളൂ, ആൻസർ അത്രേ ഉള്ളൂ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ which when divided by 7 is divisible by each one of 21, 28, 36, 45. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? LCM എടുക്കുക. ഓക്കെ, LCM എടുക്കുക. 21ഉം 28ഉം 36, 45ന്റെയും കൂടെ LCM എടുക്കുമ്പോൾ എത്ര കിട്ടുന്നത്? ഞാൻ പറയട്ടെ ആൻസർ. 1260 ആണ് LCM കിട്ടുന്നത്. ഓക്കെ, ഈ 1260 എന്ന് പറയുന്നത് എക്സാക്ട്ലി ഡിവിസിബിൾ ആണ്. ഓക്കെ, എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ലീസ്റ്റ് നമ്പർ വിച്ച് when divided by diminished by 7. ഡിമിനിഷൻ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നല്ല, ഡിമിനിഷൻ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വേർഡ് തന്നെയാണ്. നെഗറ്റീവ് വേർഡ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാക്കുക, കുറയ്ക്കുക എന്നുള്ളത്. 7 ഓക്കെ ഈസ് ഡിവിസിബിൾ ബൈ ഈച്ച് വൺ ഓഫ് 21, 28, 36, 45. ഓക്കെ, അപ്പം 1260 ലീസ്റ്റ് നമ്പർ ആണ്, ഈ നമ്പർ ആണ്. ഓക്കെ, 1260 ഈ 21, 28, 36, 45 കൊണ്ട് ഡിവിസിബിൾ ആവും. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കിക്കേ, സംശയം ഉണ്ടെങ്കിൽ 1260 ഡിവൈഡഡ് ബൈ 21 എത്ര? ഈ നമ്പേഴ്സ്, അതായത് ഈ 21 ആയാലും 28 ആയാലും 36 ആയാലും 45 കൊണ്ട് ഇതിനെ ഇത് ചെയ്താലും നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി ഡിവിസിബിൾ ആണ്. ഓക്കെ, ഈ 4 നമ്പർ കൊണ്ട്, അതായത് ഈ 4ന്റെയും കൂടെ ഇത് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് 1260 കിട്ടും. അപ്പൊ ഈ 1260 എന്ന് പറഞ്ഞാൽ 21, 28, 36, 45 കൊണ്ട് എക്സാക്ട്ലി ഡിവിസിബിൾ ആണ്. അപ്പോ ഇതിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാ വരേണ്ടത്? ഈ നമ്പർ ഈ 1260 ഇതിൽ ഇത്രയിലും 21ലും 28ഉം 36ഉം 45 എക്സാക്ട്ലി ഡിവിസിബിൾ ആണെന്ന് നമുക്കറിയാം. അപ്പോ ഈ ഡിമിനിഷ് ചെയ്യുന്ന മുമ്പേ ഉള്ള നമ്പർ എത്രയാ? ഡിമിനിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. ഓക്കെ, അപ്പൊ കുറയ്ക്ക് മുമ്പേ ഉള്ള നമ്പർ എത്രയാ ചെയ്യേണ്ടത്? കുറയ്ക്ക് മുമ്പേ ഉള്ള എന്ന് പറയുമ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 7 ആഡ് ചെയ്യണം. 7 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്രയാ വന്നത്? 1267 വന്നു. ഓപ്ഷൻ ഡി. ഓക്കെ, what is the least number which when diminished by 7 is divisible by 21, 28, 36, 45? അപ്പൊ ഇതിന്റെ ഇത്രയും നമ്മൾ LCM എടുക്കുമ്പോൾ നമുക്ക് ആ നമ്പർ കിട്ടി. ഓക്കെ, ആ നമ്പർ ഡിവിസിബിൾ ആണ് ഈ നമ്പേഴ്സ് കൊണ്ട്. 21, 28, 36, 45 കൊണ്ട് ഡിവിസിബിൾ ആണ്. എപ്പോഴാണ് അത് ഡിവിസിബിൾ ആവുന്നത്? ഈ 7 ഈ ഒരു നമ്പർ, ആ നമ്പറിൽ നിന്ന് 7 കുറയ്ക്കുമ്പോഴാണ് വിച്ച് വെൻ ഡിമിനിഷ്ഡ് ബൈ 7. ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വേർഡ്, അപ്പൊ അതുകൊണ്ട് തന്നെ കുറയ്ക്കുക എന്നുള്ള അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഡിമിനിഷ് ചെയ്യുമ്പോഴത്തേക്കും 7 കുറയ്ക്കുമ്പോഴത്തേക്കും ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ഈ നമ്പേഴ്സ് കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ്
ഈ 17 ക്വസ്റ്റ്യനിലുള്ളതെന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക, ഈ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ചെയ്തിട്ട് മനസ്സിലാവണില്ലെങ്കിൽ ജസ്റ്റ് വീഡിയോ റെഫർ ചെയ്യുക, പഠിക്കുക, ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ ഇതിന്റെ മെത്തേഡ് എന്ന് പറയാം. ചെയ്ത് പഠിക്കണല്ലാതെ മാത്സ് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ 17 ക്വസ്റ്റ്യൻ, 17, 18 തൊട്ട് 34. ഓക്കെ, ബാക്കി ഇനി 17 ക്വസ്റ്റ്യൻ ആണുള്ളത്. അത് നമ്മള് അടുത്ത സെഷനിൽ നമ്മൾ ചെയ്യും. ഓക്കെ.